എന്തെന്നാ പറയണ്ടേ? ഒന്നും പറയണ്ട, ചോദിച്ചെനിക്ക് എന്താ തോന്നുന്നു പറഞ്ഞു. ആ കോണാണ് എല്ലാം കഴിഞ്ഞിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്യാനാ തുടങ്ങണ്ടാവും. ഖത്തറിന് അങ്ങനെ ടാൻ അടിക്കല്ലേ കേട്ടാ. എന്താ ഖത്തറിൽ ടയർ അടിക്കാത്ത? ഖത്തർ വെയിലില്ല, നമ്മളിപ്പോ ഉള്ളിലല്ലേ ഉണ്ടാവര്. എന്തൊക്കെയാ പറയുന്നത്? അത്ര വെയിലില്ല, നമ്മളുള്ളിലല്ലേ അതുകൊണ്ട് വെയിലില്ല. അവിടെ കണ്ണടിച്ച സൂര്യല്ല. അപ്പൊ ഖത്തർ അനുഭവങ്ങളാണ് ഈ എപ്പിസോഡ്. അതിന് മുമ്പ് ഖത്തർ പോവാത്ത എന്റെ അനുഭവം പറ. എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ രാവിലെ 7 മണിക്ക് നിൽക്കും. നല്ല സമാധാനപൂർണമായ ജീവിതം, ഒച്ചപ്പാടില്ല, ബഹളമില്ല. എന്നിട്ട് അഡ്മിറ്റ് ആയിരുന്നു ഹോസ്പിറ്റലിൽ. അതാ പറഞ്ഞ ഒച്ചപ്പാടില്ല, മാത്രം. ബേസിക്കലി നമ്മള് അൽജസീറിന്റെ ഒരു കോഴ്സിനാണ് പോയത്. അൽജസീറിന്റെ ഒരു മീഡിയ വർക്ക്ഷോപ്പ്, അൽജസീറിന്റെ മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിലുള്ള ഒരു അതായത് അൽജസീറക്ക് ടി വി ഉള്ള പോലെ തന്നെ ഇപ്പോഴത്തെ മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഒരുപാട് കോഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അൽജസീറയും മക്തൂബും കൂടി കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു ഡിജിറ്റൽ സ്റ്റോറി ടെല്ലിംഗ് ഒന്നുകൂടി, അതായത് എങ്ങനെ റിപ്പോർട്ടിങ് അങ്ങനത്തെ പല സംവിധാനങ്ങൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാൻ തോന്നും. അപ്പം അതിൻ്റെ ഒരു കോഴ്സ്. അപ്പോൾ മക്തൂബ് ടീം നമ്മളെ കോൺടാക്ട് ചെയ്ത പോലെ പോകുന്നുണ്ട്, നമ്മൾ വരുന്നുണ്ട് ചോദിച്ചു. അപ്പോൾ അതൊക്കെ എത്രയോ മുമ്പാണ്, ഐ മീൻ ഡേറ്റ് ഫിക്സഡ് അല്ലായിരുന്നു. ഇങ്ങനത്തെ ഒരു പണ്ട് അസ്ലേക്കന്റെ എപ്പിസോഡിന്റെ ടൈമില് അസ്ലേക്ക് ഇങ്ങനെ പറഞ്ഞു ഐ മീൻ അത് റെഡിയായി വരാൻ അത്രയോ വർക്ക് ചെയ്തിട്ട് ലാസ്റ്റ് ഡിസംബറിൽ ഒരു കൊല്ലം മുമ്പ് കഴിഞ്ഞ റമദാനിലാണ് അസ്ലേക്കന്റെ എപ്പിസോഡ്. അന്ന് ഉപരി ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. അന്ന് നമ്മളെങ്ങോട്ടോ അതില് ഓക്കെ അവസാനം ഡിസംബറിൽ ഡേറ്റ് കൺഫേം ആയപ്പോൾ നമുക്ക് പരീക്ഷ ക്ലാഷ് വന്നു. ആദ്യം നവംബറിലേ. അപ്പൊ നമ്മളെല്ലാവരും അതിന് വേണ്ട പ്ലാനിങ് ഒക്കെ നടത്തി. പിന്നെ പെട്ടെന്നാണ് ഡിസംബറിലേക്കാണ് ഉള്ളത്. ഞാൻ അവിടെ എത്തി. ഇനി ഇവിടുന്ന് കേറി മുതൽ ഞാൻ നിങ്ങളെ ടാറ്റ ബൈ ബൈ മെട്രോ എന്ന് പറഞ്ഞ മുതലുള്ള കഥ എനിക്ക് കേൾക്കാണ്. ശരിക്കും വിഷമില്ല. എനിക്കല്ല വിഷമമുണ്ട്. നമ്മള് ഫസ്റ്റ് പോക്കല്ലേ, ആദ്യമായിട്ട് നമ്മൾ അങ്ങനെ ഒരു ഇന്റർനാഷണൽ ടീമായിട്ട് അതിന്റെ ഒരു എനിക്ക് ഭയങ്കര നമ്മളത് ഈ ഒരു ഓഫർ വന്നില്ലേ അപ്പം മുതൽ ഭയങ്കര കാര്യം. വേറെ എവിടെയെങ്കിലും നമുക്കിപ്പോ ഒരു പരിപാടിക്കോ വേറെ എവിടെയെങ്കിലും ആൾക്കാർ കൊണ്ടുപോവുക, ഒരു ഇവന്റിന് നമ്മളെ കൊണ്ടുപോവുക, ഒരു പ്രോഗ്രാമിന് നമ്മളെ വിളിക്കുകയും ചെയ്യുന്ന അങ്ങനല്ല ഇതിനെ കാണുന്നത്. ബേസിക്കലി അൽജസീറ ആണത്. നമ്മൾ പോണ അൽജസീറക്കാണല്ലോ. അപ്പോൾ വേറെ എന്തിലേക്കാണെങ്കിലും നമുക്ക് ഇത്ര എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല. അൽജസീറ എന്ന് പറഞ്ഞാല് ഇപ്പോൾ ഒരു ഇൻസ്റ്റൻസ് പറഞ്ഞാൽ ചിലപ്പോൾ ക്ലിയർ. അതായത് ഇപ്പോൾ നമുക്ക് ചെറുപ്പത്തിലൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓരോ പേജ് യൂട്യൂബിന്റെ പേജിലൊക്കെ പോയി കമന്റ് ഒക്കെ ഇടും. ഞാൻ പണ്ട് അൽജസീറിന്റെയും TRTന്റെ ഒക്കെ യൂട്യൂബ് കമന്റ് സെക്ഷനിൽ പോയിടും, ഐ എം എ ഗ്രാഫിക് ഡിസൈനർ ഫ്രം ഇന്ത്യ, ഐ ക്യാൻ മേക്ക് ഗുഡ് തംബ്നെയിൽസ്. ഇങ്ങനെ തമാശ അയച്ചാൽ ഒരു എന്തായാലും ഇത് കാണുന്നില്ല, ബട്ട് നമുക്കൊരു ഇതുണ്ടാവില്ല അൽജസീറയിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടാവുക, ഇതിനൊക്കെ ഒരു ഹൈ എൻഡ് വർക്ക് അതിലേക്ക് എങ്ങനെ എത്തണുണ്ടാവുക. ഇന്ത്യയിൽ നിന്ന് കുറെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെ അത് ഉണ്ടാവുന്നത് നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അപ്പൊ പെട്ടെന്നൊരു സംഭവം അൽജസീറയ്ക്ക് എത്തണം, ആ ഒരു എക്സൈറ്റ്മെന്റ് നല്ലോണം ഉണ്ടായിരുന്നു. അവിടെ പോകാൻ പറ്റും, ഇതൊക്കെ കാണാൻ പറ്റും എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് അതാണ് മൊത്തം ഉള്ളിലുണ്ടായിരുന്നത്. റീസെന്റ് കണക്ഷൻ ഉണ്ട്, ഐ മീൻ എസ്പെഷ്യലി പലസ്തീൻ വിഷയങ്ങളിൽ അൽജസീറന് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകുമ്പോൾ അത്രയും പോലെ കണക്റ്റഡ് നമ്മള്. പിന്നെ ഐ മീൻ വേറൊരു TV ചാനലിന്റെ അപ്പുറത്തേക്ക് എന്തോ ഒരു ഫീലിംഗ് ആണ് പിന്നെ അൽജസീറ എന്ന് പറയുമ്പോൾ. നമ്മുടെ പ്രൊഡക്ഷന്റെ ഒക്കെ ഒരു മെയിൻ റെഫറൻസുകളിൽ ഒന്ന് അൽജസീറാണ്. ഇപ്പൊ പോഡ്കാസ്റ്റിലായിക്കോട്ടെ, നമ്മുടെ ഗ്രാഫിക്സ് കെറോസൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മള് പ്രൈമറി റെഫറൻസ് നമ്മളെ കുറച്ചെങ്കിലും നമ്മൾ നന്നാവുന്നുണ്ടെങ്കിൽ അത് ഈ ഹൈ എൻഡിലുള്ള റെഫറൻസ് എടുക്കുന്നതുകൊണ്ടാണ്. പിന്നെ അവിടുത്തെ ജേർണലിസ്റ്റുകൾ നമ്മൾ ഫോളോ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചെറുപ്പമല്ല ഐ മീൻ കോളേജിൽ മുതലേ നമ്മൾ ഓൾക്കൊരു കുറേ ഫ്രാക്ഷൻസ് ഓഫ് പേജുകളുണ്ട് അൽജസീറക്ക്. അതിൽ മൈന്യൂട്ട് ആയിട്ടുള്ള പേജുകൾ വരെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. അപ്പോൾ അവിടുത്തെ കവിതന്റെ പേജ് AJ+ലായിരുന്നു നമുക്ക് അവസാനം വിസിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. AJ+ലെ ആൾക്കാരൊക്കെ നമുക്ക് അറിയാം. വേറെ ഒരു ചാനലിൽ നമുക്ക് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാവില്ല, ഇമോഷണൽ കണക്ഷൻ കൂടി അവരൊക്കെ കാണാം എന്നൊക്കെയുള്ള ഒരു ഫീലിംഗ് ആദ്യം ഇവിടുന്ന് പോകുമ്പോഴേ ഉണ്ട്. ഇപ്പൊ സഫാൻ ഓരോ മൈന്യൂട്ട് ഇപ്പൊ ഉപ്പ് കണ്ടത്തിൽ ഇറങ്ങുന്ന ഓരോ റീലും അതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് നമ്മളിങ്ങനെ പോവാ. വേറൊരു ഏരിയാസിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നു, അങ്ങനെ വർക്ക് ചെയ്ത് കുറെ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യുന്നു, നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക. ഖത്തറിൽ ഒരുപാട് ആളുകളെ കണ്ടല്ലോ, അത് ഉപകാരമായിരിക്കണം. അതായത് നമ്മൾ ഇവിടുന്ന് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ദിവസത്തെ നമ്മൾ ആകെ റെസ്റ്റ് എടുത്തിട്ടുണ്ടാവുക. ഐ മീൻ ഒരു ഉച്ചക്കത്തെ നമ്മൾ റൂമിൽ ഇരുന്ന് കുറച്ച് റെസ്റ്റ് എടുക്കും. ഐ മീൻ
ഒന്ന് ഇരിക്കാൻ അങ്ങനത്തെ നാഷണൽ ഡേന്റെ അന്ന് മാത്രം എന്നാ തോന്നുന്നുണ്ട് നമ്മള് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എൻഗേജ്ഡ് ആയിരുന്നു. നമ്മളൊരു വെറുതെ കണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. മീറ്റ് ചെയ്യേ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവന്റിന് പോവേ എന്നൊക്കെ ആയിട്ട് ഭയങ്കര ഒരു എല്ലാരും പറയാം നിങ്ങളെ കിട്ടില്ല I mean, നല്ലൊരു നിങ്ങളെ എനിക്കും കിട്ടില്ലേ. അവനും ഇതാ അബുലാലിന്റെ ഒലിവ് അബുലാൽ ആദ്യമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റ് ഭാഗ്യം കൊണ്ട് നമ്മളൊക്കെ നേരത്തെ പോയി. നമുക്കറിയില്ലല്ലോ ഇത് എല്ലാരും ഫ്ലൈറ്റ് പോണോന്നൊക്കെ പറഞ്ഞ ആദ്യമായിട്ടല്ലേ. അപ്പൊ മിന്നാജല്ലേ ഭയങ്കര ഇത് ഫ്ലൈറ്റ് കയറണടാ ഫ്ലൈറ്റ് ആണ് ഇത് നല്ല വലിയ ഇതാക്കല്ലേ. എയർപോർട്ടായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ഇഷ്ടമല്ല. കൊറേ സെക്യൂരിറ്റി മിന്നാജ എന്താ പേര് പിന്നെ അങ്ങനെ അയച്ചൊക്കെ കൊണ്ടുവന്ന പ്രൊസീജിയർ ശരിക്കും പറയാം. നമ്മളെല്ലാരും പറയൂ ഫ്ലൈറ്റ് എളുപ്പാന്നൊക്കെ, ബേസിക്കലി പെട്ടെന്ന് എത്തും ടൈം. പക്ഷെ നമ്മളാട്ട് ഇതങ്ങ് കൈമലത്തേക്ക് നമ്മൾ എക്സോസ്റ്റഡ് ആയിപ്പോ മൊത്തം ആ യാത്ര ചെയ്യുമ്പോ ആ പ്രൊസീജിയേഴ്സ് അത്രയും സെക്യൂരിറ്റി റീസൺസ് ഒക്കെയാണ്. ബട്ട് ചില സ്ഥലത്തൊക്കെ പിന്നെയും കുറെ വള്ളികളുണ്ട്. പക്ഷെ എനിക്ക് തോന്നി നമ്മള് പോക്കിൽ ചെക്കിങ് ആകെ ഒരു സ്ഥലത്തെ ക്യാമറ ഒന്ന് ചെക്ക് ചെയ്തു. എല്ലാം കഴിച്ചണം. അതിന്റെ പ്രശ്നം വെച്ചാല് ഇന്റെ കയ്യിലാണ് ക്യാമറ ബാഗ്. ഇപ്പൊ പുതിയ ക്യാമറ ആയിട്ട് എനിക്ക് ഒട്ടും പരിചയമില്ല. ഇവര് കയറി പോവുകയും ചെയ്തു. അവിടെ ഇതില്ല, ഇത് ഫുള്ള് ഊരണം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അറിയില്ലല്ലോ എല്ലാം ചെയ്ത് പിന്നെ അപ്പൊ നമ്മളിങ്ങനെ കയറി. അപ്പൊ ഒരു ബസ്സിന്റെ ക്യാപ്പിലുണ്ട്. മുമ്പിൽ നടക്കുന്നവന് ബാക്കിൽ ഓവർടേക്ക് ചെയ്യാൻ പറ്റൂലല്ലോ. ഇവൻ കയറണം. അപ്പൊ വിൻഡോ സീറ്റ് അബുലാലൊക്കെ കിട്ടിയത്. പക്ഷെ മുമ്പിൽ ഞാനുള്ളത് ഏറ്റവും ആർക്കാ കിട്ടുക, എനിക്ക് കിട്ടുക. അപ്പൊ ഇങ്ങനെ കയറിയ അല്ല പോന്നെ എല്ലാവരും എന്നോട് പറഞ്ഞ് അറ്റത്ത് അതിലൊക്കെ പറഞ്ഞ എന്നോട് അറ്റത്ത് സീറ്റ് ഇരിക്കേ ചെയ്യരുത്. അറ്റത്ത് മീൻസ് അവിടെ ഇരിക്കേ ചെയ്യരുത്, വിൻഡോ സീറ്റ് കിട്ടില്ലോന്ന്. അപ്പൊ ഞാൻ ചെന്നാ പിന്നെ ഒല്ല കേറിയത്. ഞാൻ എന്തൊക്കെ ഇവനോട് വിൻഡോ സീറ്റ് ഞാൻ വേറെ സ്ഥലത്ത് രണ്ടാളും ഇവൻ ബാക്കിൽ ഇവരിങ്ങനെ അല്ല വിൻഡോ സീറ്റ് അല്ലേ ആ ട്രെയിനിലൊക്കെ കിട്ടിയിട്ടെന്താ കിടന്നുറങ്ങി എന്നിട്ട് അപ്പൂവൻ പറഞ്ഞ് ടേക്ക് ഓഫിന് പിന്നെ എന്നോട് തള്ളുക എന്ത് ടേക്ക് ഓഫിന്റെ സമയത്ത് ഫ്ലൈറ്റ് എന്നാ സ്പീഡിലെടുക്കുക, അതാണ് ത്രില്ല് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് തള്ളുക. എന്തൊക്കെ മനസ്സിലായി അല്ല എനക്കൊന്നും അറിയില്ലല്ലോ എന്നോട്. എന്നിട്ട് ഇങ്ങനെ അറിയാം, എന്നിട്ട് ഫുള്ള് വിശദീകരിക്കുക സയന്റിഫിക്കലി ഇത് എന്തിനാ സ്പീഡ് കൂട്ടുന്ന വെച്ചാൽ ഇതിന്റെ ഗ്രാവിറ്റി ഇങ്ങനെ വലിച്ചെടുക്കും. അപ്പൊ അതിനെതിരെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എന്നോട് തള്ളുക. എന്നിട്ട് അപ്പൊ ഞാൻ വെച്ചാ അങ്ങനെ ആയിരിക്കും, ചിലപ്പോ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ എന്താണ് ഇതുവരെ ഇതായിട്ടില്ല, ടേക്ക് ഓഫ് കഴിഞ്ഞില്ല, കുറെ ടൈം എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഫുള്ള് തള്ളുക. എന്നിട്ട് കുറച്ച് ഇവൻ കടന്നുറങ്ങി. ഇവനെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കും, എടാ ഇതെന്താ ഇങ്ങനെ, ഞാൻ ഫുൾ കൺഫ്യൂഷന്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് തരാൻ തുടങ്ങി. അപ്പൊ ആശാൻ എല്ലാം എണീച്ച് എല്ലാവർക്കും ഓരോ പാക്കറ്റിലും ഇതൊന്ന് കേറി കിട്ടാന്നുള്ള നമുക്കൊരു ആഗ്രഹമാണ്. മറ്റൊരു യാത്ര പോകുന്ന ഒരു ത്രില്ലല്ല, ഇതൊന്ന് കേറി അൽജസീറ പോകുന്ന. പിന്നെ മിന്നാജ് ഏറ്റവും വലിയ ടെൻഷൻ ഫുഡ് കിട്ടോ ഇല്ലയോ എന്നല്ല. അവിടെ സാധാരണ എയർ ഇന്ത്യയിൽ ഫുഡൊക്കെ കിട്ടും, ChatGPT അടിച്ചു നോക്കി ഫുഡ് കിട്ടൂല എന്നല്ലോ. അപ്പൊ എയർ ഇന്ത്യയിലും കിട്ടും, എയർ ഇന്ത്യ എക്സ്പ്രസിലാണ് കിട്ടാത്തത് നല്ല ChatGPT പറഞ്ഞിട്ട്. അപ്പൊ ഒരു സമാധാനം. അപ്പോള് ഫുഡ് വരാത്തോണ്ട് ഒരു പേടി. ഞാനല്ല ടിക്കറ്റ് എടുത്ത്, ഞാൻ ഫുഡിനൊന്നും പറഞ്ഞില്ല. അപ്പൊ നമുക്ക് ഫുഡ് ഉണ്ടാവില്ലല്ലോ. ഫുഡ് ഉണ്ടാവും. അല്ല അപ്പൊ ഞാൻ മിന്നാജ് എന്നെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ അവസാനം നോക്കണ്ട ഒരാളുടെ അതിന് മാത്രമൊന്നും ഇല്ല. പിന്നെന്താ അത് പോയി ഫുഡ് വന്നപ്പോ പിന്നെ വിശക്കുണ്ട്. അപ്പൊ അവൾക്ക് വിശക്കുണ്ട്. അപ്പൊ എനിക്ക് വിശക്കണെന്ന് ചോദിച്ചോ, അവൾ തരുന്ന പറഞ്ഞു കഴിക്കൂലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു നോക്കി. അപ്പൊ ഫുഡ് വന്ന് എനിക്ക് തരൂ ചോദിച്ചിട്ടില്ല. അങ്ങനല്ല, അപ്പുറത്തെ ഒരാളുണ്ട്, അവരോട് ചോദിച്ചു മിന്നാജ് ഫുഡ് രണ്ടാമത് ചോദിച്ചാൽ കിട്ടോ, വളരെ ആ കുട്ടി ചോദിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ മിന്നാജ് രണ്ടാമത് പൈസ ചോദിച്ചു. മുതലായത് ഇമിഗ്രേഷനെ ഇന്ത്യയിൽ നിന്ന് ഇമിഗ്രേഷൻ സമയത്ത് മുപ്പരിങ്ങനെ നോക്കി അൽജസീറക്ക്. അൽജസീറക്ക് നിങ്ങൾ ഇങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ കോഴ്സ് ഇങ്ങനെ വിളിച്ചാണ് ഇപ്പൊ പോവാണെന്ന് പറഞ്ഞു.
പോഡ്കാസ്റ്റ് ഓക്കെ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഗുഡ്. അപ്പം നിങ്ങൾ അൽ ജസീറ ഇപ്പോൾ ഒരു നല്ല ജേർണലിസ്റ്റ് ആയിട്ട് തിരിച്ചു വന്ന് നമുക്ക് വേണ്ടി പണിയെടുക്കുന്നൊക്കെ നമ്മളെ ഇമിഗ്രേഷൻ അത് പറഞ്ഞു. ഐ മീൻ ഇമിഗ്രേഷൻ അവിടെ നിൽക്കുന്ന ഓഫീസർ അല്ല അതുകൊണ്ടല്ല മൂപ്പരെ വെച്ച് ഒന്നാമത് നമ്മളൊരു യൂട്യൂബ് ചാനലൊക്കെ ഇങ്ങനെ അതുവഴിയൊക്കെ നമ്മള് അൽ explore ജസീറ ചെയ്യുന്നുള്ള ഇന്റർനാഷണൽ ചാനൽ എത്തിപ്പെടാനല്ല. നമ്മളല്ല ഇമിഗ്രേഷൻ അല്ലേ സ്ഥലത്തായിരുന്നു ബട്ട് വേറെ വേറെ ഡോർസ് ആയിരുന്നു. ബാക്കി പറ. നമ്മളവിടെ ഇറങ്ങി ഖത്തർ എയർപോർട്ടിൽ ഇറങ്ങി, അഹമ്മദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങി. അവിടുന്ന് അപ്പൊ തന്നെ അവിടെ റക്കീഖാൻ അപ്പൊ തന്നെ റക്കീഖ് നമ്മളപ്പൊ തന്നെ വന്ന് ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരല്ലേ ഓരോരുത്തരും കൊറേ ആൾക്കാര് ഖത്തറിലെ സ്ഥലങ്ങളൊന്നും എനിക്ക് വലിയ ഓർമ്മയില്ല ഇപ്പോഴും. നമ്മൾ വിസിറ്റ് ചെയ്ത സ്ഥലങ്ങളൊക്കെ ഓരോരുത്തരും ഓരോ മനുഷ്യന്മാരിങ്ങനെ പിക്ചർ ഒരു അത്രയും നമ്മളെ സഹായിക്കുക, നമ്മളെ ഹെൽപ്പ് ചെയ്യുക, അത്രയും സ്മൂത്ത് ആയിട്ട്. നമ്മളെപ്പോലുള്ള ഫലരും കേസിലൊപ്പം പഠിച്ച ആൾക്കാർ ഒരു പറയണ്ടേ ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണെങ്കിൽ ഇത്രയും സേഫ് ആയിട്ട്. നമുക്ക് ഇടങ്ങാറ് അറിഞ്ഞിട്ടേ ഇല്ല ഖത്തറിൽ. ചില ആൾക്കാർക്ക് ഭയങ്കര സങ്കടമായി. ഐ മീൻ അവിടെ ചെന്നിട്ടും അവരെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ മീറ്റ് ചെയ്തിട്ട് തന്നെ അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇവർക്കൊക്കെ ഇടങ്ങാറ്. നമ്മളെ സഹായിക്കുക. നമ്മള് ഓൾമോസ്റ്റ് എനിക്കറിയില്ല എല്ലാ പ്രവാസികളും വരുന്ന ആൾക്കാരെ നമ്മളൊരു ജോലിക്കല്ല വരുന്നത്, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. കുറച്ച് ഷോർട്ട് ടേമിനാ വരുന്നത്, പിന്നെയും കാണൂല എന്നുള്ളൊരു സംഭവം കൂടി ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഭയങ്കരമായിട്ട് നിങ്ങളൊരു പോഡ്കാസ്റ്റേഴ്സ് ആയിട്ടല്ലേ പോകുന്നത്, അപ്പൊ അതിന്റെ ഒരു അതായത് നിങ്ങൾക്ക് അറിയണ അല്ലാത്ത ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോൾ ഒരു ഇതെന്താ അതിപ്പോ നമ്മള് വഴിയിൽ അങ്ങനെ സ്ട്രേഞ്ചേഴ്സ് വന്നിട്ട് നിങ്ങൾ ഉപ്പ് കൊടുക്കുക അങ്ങനെ പറഞ്ഞു കുറച്ച് വളരെ കുറച്ചാണ് പരിപാടിയിലൊക്കെ ഇവന്റിന് നമ്മൾ പോയിരുന്നു. ഇവന്റിന് പോയപ്പോ ഏകദേശം ഒരു മലയാളി കമ്മ്യൂണിറ്റി നമ്മൾ കോൺടാക്ട് ചെയ്ത ആൾക്കാരൊക്കെ അവിടെ വെച്ച് കണ്ടു. പിന്നെ ഉള്ളത് വളരെ കുറഞ്ഞ എന്റെ ഓർമ്മയിൽ എണ്ണപ്പെട്ട ആൾക്കാർ മാത്രമേ നമ്മൾ വഴി കണ്ടപ്പോ. ഞാൻ അൽസാജ് കിച്ചണിൽ പോയി, ഞാൻ പറഞ്ഞില്ലേ ഫുഡ് കഴിക്കാൻ പോയി പറഞ്ഞത്. അവിടെ പോയപ്പോ ഒരു ഉമ്മ ചോദിച്ചു, ഇങ്ങനെ കുറച്ചു നേരം ഞാൻ നോക്കി, പിന്നെ ചോദിച്ചു പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ ചോദിച്ചു. എന്റെ കൂടെ എന്റെ കുടുംബക്കാരുണ്ടായിരുന്നു മുനീബ്ക. അപ്പോ മുനീബ്ക്ക് ഇത് അറിയില്ലായിരുന്നു പോഡ്കാസ്റ്റ് ഉള്ളത്. ഐ മീൻ നമ്മൾ അങ്ങനെ ഒരു വീഡിയോസ് ഇടാറുള്ള. അപ്പൊ മുനിക്ക ചോദിച്ചെന്നോട് എന്താ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ വീഡിയോസ്. അപ്പൊ ഞാൻ അങ്ങനെ കാണിച്ചു കൊടുത്തു ഇങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട്. അല്ല അപ്പൊ എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയി ഉമ്മമാരൊക്കെ കാണുന്നുണ്ടെന്നുള്ള. പിന്നെ അങ്ങനെ കുറച്ച് ആൾക്കാർ കുറച്ച് യങ്സ്റ്റേഴ്സ് ഒക്കെ ഇങ്ങനെ കണ്ടപ്പോ ഇങ്ങനെ പോഡ്കാസ്റ്റിനെ ചോദിച്ചു. പിന്നെ കുറെ ആളെ നമ്മളെ കാണാൻ വിളിച്ചിരുന്നു. വെച്ചാല് എന്റെ താത്തന്റെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഓർക്കൊക്കെ ഞാൻ അതിൽ ഒരാളെ വീട്ടിൽ മാത്രമേ പോയിട്ടുള്ളൂ. ഞാനും ലബിയും പോയി ലാസ്റ്റ്. നിങ്ങൾക്ക് അന്ന് പരിപാടി അപ്പൊ അങ്ങനെ ഓരോ താത്തന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. മൊത്തം എത്ര ദിവസം ഉണ്ടായിരുന്നു? 12 ഡിസംബർ 12 കയറിയിട്ട് 11 കയറ്റി 24 അതിന്റെ ഇടയിൽ എത്ര ദിവസം കോഴ്സ് ഉണ്ടായിരുന്നു? 5 ദിവസം. കോഴ്സിന്റെ എന്താ അവസ്ഥ പറ. കോഴ്സ് 5 ദിവസമായിരുന്നു. അതായത് കോഴ്സിൽ 2 പകലും 2 രാത്രിയാണ് കോഴ്സ്. വിച്ച് മീൻസ് 9 to 4 4 2 ദിവസം, ഫസ്റ്റ് ഡേയും ലാസ്റ്റ് ഡേയും. ബാക്കിയുള്ള ദിവസം 3 ദിവസം നൈറ്റ് ആയിരുന്നു. അതായത് ഈവനിങ് ടു നൈറ്റ് 9 മണി വരെ. അതൊക്കെ ചെറിയ ചെറിയ ഫ്ലെക്സിബിൾ ആണ്, ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ. അതിൽ നമുക്ക് ഏതാണോ ടൈം ആ സമയത്തുള്ള ഫുഡ് നമുക്ക് ഉണ്ടാവും. അവിടെ കോഴ്സ് നടക്കും, ഐ മീൻ വർക്ക്ഷോപ്പ് നടക്കും. നമുക്ക് യൂസഫ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു ഇതിന്റെ കോർഡിനേഷൻ മൊത്തത്തിലുണ്ടായിരുന്നു. അപ്പൊ വന്നപ്പോ തന്നെ ഭയങ്കര ഐ മീൻ നമ്മള് എക്സ്പെക്ട് ചെയ്യൂല ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഇത്രത്തോളം എന്താ നമുക്ക് ഭയങ്കരമായിട്ട് വെൽക്കമിങ് ആയിരിക്കും. അല്ലെങ്കിൽ അവിടെയുള്ള ഓരോ ഫാക്ടേഴ്സ് ഇട്ടോ, ഈവൻ ഗേറ്റ് കയറി സെക്യൂരിറ്റി മുതലുള്ള ആൾക്കാര് ഐ മീൻ ഭയങ്കര കൂളായിരുന്നു. ഭയങ്കര ഇഷ്ടമായി വെച്ചാല് ഇപ്പൊ നമ്മളിപ്പോ ഒരാളെ കാണുമ്പോ അങ്ങനല്ല, അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ കണ്ടാല് വേഗം ചെക്ക് ചെയ്തിട്ടാൽ പോവല്ലേ. ഇവരെങ്ങനെ വെച്ചാൽ ഹൗ ആർ യു, എന്നിട്ട് എന്താ വിശേഷം, അങ്ങനെ നമ്മളിതൊക്കെ ചോദിക്കും. എന്നിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അത് ആരെ കാണുമ്പോ ഇപ്പം എയർപോർട്ടിൽ നിന്നാണെങ്കിലും അൽ ജസീറ എന്നാണെങ്കിലും ഒക്കെ ഹൗ ആർ യു എന്താണ് സീരിയസ്നെസ് ഉണ്ട്. പക്ഷെ ഈ ഒരു സാധനം ഈ ഒരു റൂഡല്ല. ഗേറ്റിന്റെ പുറത്തുനിന്ന് നമ്മൾ എന്തെങ്കിലും ഫോട്ടോ പുറത്തുനിന്ന് ഗേറ്റിന്റെ തൊട്ട് ഒരു ഏരിയ ഉണ്ട്, ഒരു സർവൈലൻസ് ഏരിയ. അവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യുക, അവിടെ നിൽക്കുക, കുറച്ചു നേരം അവിടെ ഇങ്ങനെ സ്റ്റാഗ്നേറ്റ് ആയി നിൽക്കുക, നടന്ന് കളിക്കുക, ഫോട്ടോ എടുക്കുക തീരെ പറ്റില്ല. അപ്പൊ അത് അവിടെ നമ്മളെ കോഴ്സ് കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞ് നമ്മളെല്ലാരും പുറത്തിറങ്ങി. അപ്പൊ എനിക്ക് മൂത്രയ്ക്ക് മുട്ടി. അപ്പൊ തിരിച്ചേണ്ടി വരുമ്പോ പാസ്പോർട്ട് നിങ്ങൾ ടൈമിന് കേറ്റില്ലെന്ന് പറഞ്ഞു. പക്ക. അപ്പൊ എന്താ ഓപ്ഷൻ. അപ്പൊ യൂസുഫ് ആയിരുന്നു നമ്മളെ മൊത്തത്തിൽ കോർഡിനേറ്റർ. ഈ കോഴ്സിന്റെ മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിലുള്ള മൊത്തം കോർഡിനേഷൻ മൂപ്പർക്കായിരുന്നു നമ്മളെ കോഴ്സ്. അപ്പൊ വന്നപ്പോ തന്നെ നമ്മളെനിക്കൊന്ന് നേരത്തെ എത്തി. ഫസ്റ്റ് ഡേ 1 മണിക്കൂർ നേരത്തെ എത്തി. ഭയങ്കര ഇതല്ലേ, ക്യൂരിയസ് അല്ലേ. അപ്പൊ നേരത്തെ പോയി
പോയി പരിചയപ്പെട്ട് മൂപ്പര് നമ്മളെ ഇരുത്തി ലോഞ്ചിൽ ഇരുത്തി. അത് കഴിഞ്ഞിട്ട് നമ്മളെ ട്രെയിനർ വന്നു. ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. എല്ലാവരും വന്നതിന് ശേഷം മക്തൂബിന്റെ ടീമൊക്കെ വന്നു. എല്ലാവരും ഇരുത്തി നമുക്ക് ഓരോരുത്തർക്കും ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തു. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഒരു സങ്കല്പം ഉണ്ടല്ലോ, എങ്ങനെയായിരിക്കും ഇത് ട്രെയിനിങ്, നമുക്കൊരു ഐഡിയ ഇല്ല. ഇതിനെന്തായിരിക്കും കുറച്ചുകൂടി ഇതിന്റെ ടെക്നിക്കൽ സാധനങ്ങൾ എങ്ങനെയായിരിക്കും, പ്രസന്റേഷൻ എങ്ങനെയായിരിക്കും, നമ്മൾ എത്രത്തോളം സീരിയസ് ആയിട്ട് ഇരിക്കണമെന്നൊന്നും അറിയില്ല. ഇത് ഭയങ്കര ഒരു സ്കൂൾസ് ആണ്, നമുക്ക് ഭയങ്കര അത്രയും ഫ്രണ്ട്ലി നമ്മളാക്കിയിട്ട് അതിന്റെ ഒരു ഇടങ്ങാറൊന്നുമില്ല. പിന്നെ ഒപ്പമുള്ള ആൾക്കാർ മക്തൂബിന്റെ ടീമൊക്കെ എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി, വളരെ ഈസി ആയിട്ട്. പിന്നെ കോഴ്സും അങ്ങനെ തന്നെ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട്. ഇപ്പൊ ഫറാസ് ഖനി അൽ ജസീറ ഇംഗ്ലീഷിന്റെ എഡിറ്ററാണ് അല്ലേ? ഓക്കെ. ഒരുപാട് ഗ്ലോബൽ ന്യൂസും സ്റ്റോറീസും ഒക്കെ കവർ ചെയ്യുന്ന ആളാണ്. ട്രെയിനറും ആണ് അങ്ങനെ തന്നെ. കുറെ ആൾക്കാരെ ട്രെയിൻ 20ഓളം വർഷം മൂപ്പര് ഈ ഫീൽഡിൽ. മൂപ്പരും ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടാണ്. മൂപ്പർക്ക് സ്ട്രക്ചർ ഉണ്ട് കൃത്യമായിട്ട്, ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ബട്ട് അവിടെ ഇരിക്കുന്നതിന്റെ ഒരു മൂഡും ടെമ്പോ അനുസരിച്ചിട്ട് മൂപ്പര് എന്ത് ചെയ്യും, അനുസരിച്ച് കോഴ്സ് ഇങ്ങനെ ബേസിക്കലി ഡിജിറ്റൽ സ്റ്റോറി ടെല്ലിംഗ് ആണ്. അപ്പം ഒരാൾക്ക് ഇപ്പൊ മക്തൂബായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒന്നുകൂടി ഒരു ജേർണലിസ്റ്റ് എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ട് പെർസ്പെക്റ്റീവിലാണ്. അപ്പൊ ഒരു ന്യൂസ് വരുമ്പോൾ ഒരാൾക്ക് ഈസിലി എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം, ഏതൊക്കെ മോഡിലൂടെ അതിനെ ഒരു സ്റ്റോറിനെ കവർ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ സ്വഭാവത്തിൽ അതിന്റെ പല ടൂൾസ്. ചടപ്പൊന്നുമില്ല. ഐ മീൻ നമുക്ക് ഭയങ്കര ഒരു സെഷൻ അല്ല ശരിക്കും, ഭയങ്കര എങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു ഒപ്പീനിയൻസ് നിരന്തരം ഞാൻ ചോദിച്ചിട്ടുണ്ട്. എൻഗേജ് ചെയ്യണം, നമ്മളെ ആക്ടിവിറ്റീസ് ആയിരിക്കും കൂടുതൽ. അതായത് ക്ലാസ് തുടങ്ങുമ്പോൾ നമ്മളെ കൊണ്ട് ഇങ്ങനെ ഒരു സ്കാൻ ചെയ്യിപ്പിച്ച് നമ്മളെ ഓരോന്നിനും മുമ്പിൽ പറയും, ഓരോ മൈന്യൂട്ട് കാര്യങ്ങൾക്കും അതിന്റെ സാധനം ഉണ്ട്, വെറുതെ ചെയ്യിപ്പിക്കല്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളെ കൊണ്ട് ഒപ്പീനിയൻ എഴുതിപ്പിക്കും. അതായത് ഇന്നെങ്ങനെ ഫീൽ ചെയ്യണത്, അടിപൊളിയാണോ അതോ കുറച്ച് ഡൗൺ ആണോ എന്നൊക്കെ എഴുതിപ്പിക്കും. അതൊക്കെ ഫൈനൽ എൻഡിലേക്ക് എത്തുമ്പോൾ അതിനൊക്കെ ഒരു റിസൾട്ടോ അതിനുള്ള എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അതൊക്കെ ചെയ്യിപ്പിച്ച്. അപ്പൊ അങ്ങനെ വെറുതെ ഒരു കാര്യം വെറുതെ ചെയ്തിട്ടില്ല. പറഞ്ഞപ്പോൾ ഓർമ്മ നമ്മൾക്ക് ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു, സെക്കൻഡ് ലാസ്റ്റ് ഡേ ഒരു നമുക്കൊരു ഒരു 10 ഫാക്ടേഴ്സ് തരും. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്ട് ചെയ്യണം. ഒരു സ്റ്റോറി മീൻസ് റിപ്പോർട്ടിംഗ് എന്തും ചെയ്യാം. കണ്ടന്റ്, വീഡിയോ, ടെക്സ്റ്റ്, പിക്ചർ, മ്യൂസിക്, സ്വന്തം നരേറ്റ് ചെയ്യുന്ന ഭാഗം, അങ്ങനെ പറഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് അല്ലേ പറഞ്ഞത്, 10 മിനിറ്റ് വീഡിയോ നിങ്ങൾ എല്ലാവരും 10 മിനിറ്റ് 30 സെക്കൻഡാ അല്ല അരമണിക്കൂറല്ലേ കണ്ടന്റ് ഒരു മിനിറ്റിന്റെ ഉള്ളിൽ അരമണിക്കൂർ നിങ്ങൾ എല്ലാവരും ചെയ്യണം. ഫോണിലെ ലാപ്പ് കംപ്ലീറ്റ്ലി മൊബൈലാണ് പരിപാടി. ഡിജിറ്റൽ സ്റ്റോറി ആസ് എ ട്രെയിനർ മൂപ്പര് ക്യാമറനേക്കാളും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഫോണാണ്. മൂപ്പര് മൊത്തം ജേർണലിസത്തിൽ മൂപ്പര് വർഷങ്ങളായിട്ട് ക്യാമറ കുറച്ചൊന്ന് സൈഡാക്കി വെച്ചിട്ടാണ് വർക്കിംഗ്. ഒരു റെഫ്യൂജി ക്രൈസിസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോയ സമയത്ത് ഫോണിലാണ് ഷൂട്ട് ചെയ്തത്. അൽജസീറ മുപ്പര് തന്നെ പറഞ്ഞു, അൽജസീറയിൽ തന്നെ കുറെ ഇതൊക്കെ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്ത് നമ്മൾ കാണുന്ന ക്ലിപ്സ് ഒക്കെ കൂടുതൽ ഫോണിൽ ഷൂട്ട് ചെയ്ത് അത് റീലായിട്ട് വരുമ്പോൾ നമുക്ക് അത് മൂപ്പരിങ്ങനെ ഇത് ഇപ്പൊ ഈ വിഷയം ജസ്റ്റ് ഫോണ് ക്യാമറ. അപ്പൊ ഫറാസ് ഇങ്ങനെ പറഞ്ഞു വെച്ചാല് ക്യാമറ നമ്മൾ കൊണ്ടാണ് നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കുക, എന്തൊക്കെ നേട്ടങ്ങളുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങൾ, ഫോണാകുമ്പോൾ എന്തൊക്കെ നേട്ടങ്ങൾ, എന്തൊക്കെ പ്രശ്നങ്ങൾ. അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോൾ കൂടുതൽ പ്രാക്ടിക്കലി നമുക്ക് ഏതാണ് ഏറ്റവും ആക്സസിബിൾ. അപ്പൊ ഓക്കെ ഈ കോണ്ടെക്സ്റ്റ് ഇങ്ങനെ അപ്പൊ എന്താ വെച്ചാൽ ഒന്നുകൂടി കണക്ട് ചെയ്യാൻ പറ്റും ഇത്തരം കോണ്ടെക്സ്റ്റ്. ക്യാമറ എങ്ങനെ ഇൻഫീരിയർ ആവുക, ഇൻഫീരിയർ വെച്ചാൽ ഇപ്പൊ ഉദാഹരണത്തിന് റിമോട്ട് ഏരിയ ഷൂട്ട് ചെയ്യാൻ പോയി ക്യാമറ ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അതൊരു പണിയായി. ഒരാളെ കൈ അതിനായിട്ട് പോവാണ്. അതായത് ഫോണും അല്ല പോവാണെന്ന് വിചാരിച്ചോ. ബോട്ടിൽ മൂപ്പർ ചെയ്ത സ്റ്റോറിയാണ്. ഒരു ബോട്ടിൽ പോവാണ്, ബോട്ടിൽ റെഫ്യൂജി അല്ല എന്താ റെസ്ക്യൂ ടീം, അങ്ങനത്തെ ടീമിന്റെ ഒരു സ്റ്റോറിയാണ്. ഈ ബോട്ടിൽ മൂപ്പര് നിൽക്കുന്നുണ്ട്. അപ്പൊ മൂപ്പർ എന്താണ് ക്യാമറ സ്റ്റാൻഡൊക്കെ പിടിച്ചേക്ക് നിൽക്കാൻ വിചാരിക്കും. ബോട്ട് ഇളകിക്കൊണ്ട് നിൽക്കുകയാണ്, മാനേജ് എടുക്കാൻ. നേരെ മറിച്ച് ഫോണാണെങ്കിലോ ഈസി ടു മാനേജ്. മൂപ്പർക്ക് ബോട്ടും പിടിക്കണം, റെക്കോർഡ് ചെയ്യും വേണം, മൂപ്പരുടെ ജീവനും നോക്കണം, ഇന്റർവ്യൂ ചെയ്യണം. അത് ഇന്ററാക്ട്. പിന്നെ മൂപ്പര് സേഫ്റ്റിക്ക് ഗോപ്രോ വെക്കും. അത് വെക്കില്ല എന്ന് പറയുന്നില്ല, ഗോപ്രോ ഉണ്ടാവും. ബട്ട് മൂപ്പർക്ക് എപ്പോഴും ഇതിന്റെ ഒരു ബേസിക്കലി റോ മാത്രല്ല ഇത് സിമ്പിൾ ആക്കണത് പ്രൊജക്ട്. പിന്നെ ഒരു വേഴ്സ്റ്റ് കേസ് ശരിക്കും സംഭവിച്ചു മൂപ്പര് പറഞ്ഞു. അതായത് ഈ വാർ സോണിലൊക്കെ ഇത് പോകുമ്പോ ക്യാമറ ആയിട്ട് പോകുമ്പോ അത് സ്നൈപ്പറായിട്ട് തെറ്റിയിരിക്കും പറഞ്ഞാണ്. അപ്പൊ അത്തരത്തില് ചിലപ്പോ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ. പിന്നെ ടെക്നിക്കലി ഉപരി പറഞ്ഞ ഒരു സാധനം ഓർമ്മയുള്ളത്, നമുക്ക് പിന്നെ അയച്ചു കൊടുക്കാനൊക്കെ അങ്ങനത്തെ കുറെ സാധനം ഇതൊക്കെ ഫോണിലല്ലേ അയച്ചു കൊടുക്കും. പിന്നെ മൂപ്പര് കുറെ ചെറിയ ചെറിയ സാധനങ്ങൾ കാണിച്ചു തന്നെ. അതായത് ലൈറ്റ് മൂപ്പര് ഉപയോഗിക്കുന്ന ലൈറ്റ് പറഞ്ഞാൽ ചെറിയ 2 LED ചെറിയ. കിറ്റ് ഉണ്ടായിരുന്നു. അത് നമുക്ക് ബേസിക്കലി നമ്മൾ ഇഗ്നോർ ചെയ്യുന്നതായിരിക്കും.
അത് മതി എന്ന് മൂപ്പര് പറയുന്നത്. ഈ റിപ്പോർട്ടിങ്ങിനും ഈ സ്റ്റോറി ഒക്കെ അഡ്വാൻസ് ചെയ്യണ്ടെന്നല്ല, കണ്ടന്റ് ക്രിയേഷൻ ആർക്കും അത് മുൻതസർ ആക്സസിബിൾ. നമ്മള് ലാസ്റ്റ് കണ്ട മുൻതസർ മൂപ്പര് പറയുന്നുണ്ട്, അതായത് അൽ ജസീറയുടെ ഈ സെറ്റപ്പ് ഒന്നും ഇല്ലാത്ത 100-ൽ 1 സെറ്റപ്പ് വെച്ചിട്ട് ഇതിനേക്കാളും നല്ല കോണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടീമുണ്ട് ഖത്തറിൽ അല്ലെങ്കിൽ അറബ് വേൾഡിലുണ്ട്. അപ്പൊ നിങ്ങളെ എക്യുപ്മെന്റോ അല്ലെങ്കിൽ നിങ്ങളെ ഡിവൈസ് ഒന്നും അല്ല, നിങ്ങൾക്ക് നല്ല സ്റ്റോറി ഉണ്ടോ, അത് നല്ലോണം കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതാണ് അതിന്റെ കാര്യം. നിങ്ങൾക്ക് മൊബൈലിലാണെങ്കിലും ചെയ്യാം. ഒരു സ്ട്രെസ് ചെയ്ത് പറഞ്ഞു അൽ ജസീറിന്റെ സ്റ്റുഡിയോ കാണിച്ചത്. നമ്മളിങ്ങനെ ഫൈനൽ ഡേ നമ്മളിങ്ങനെ സ്റ്റുഡിയോ ഇങ്ങനെ കയറി കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഷെഹിൻക്ക് നമ്മളങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്ത് മുൻതസർ മൂപ്പർക്ക് ഷെഹിൻക്ക് നമ്മളങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ തമാശക്ക് ഇങ്ങനെ പറഞ്ഞു, അതായത് ഇർഫാൻ കവിത ഒക്കെ ഇതിന്റെ അറബി കവിത ഒക്കെ അങ്ങനെ തമാശക്ക് പറഞ്ഞതാ. അപ്പൊ ഞാൻ പറഞ്ഞ് കയറി പറഞ്ഞു, നമുക്ക് ആകെ കിട്ടിയൊരു അവസരമല്ലേ സംസാരിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു അസീറിന് കേരളത്തിൽ നല്ല ഓഡിയൻസ് ഉണ്ട് പറഞ്ഞു, നമ്മളൊക്കെ സ്ഥിരം കാണലുണ്ടായിരുന്നു. അപ്പൊ അസീറിന്റെ സ്റ്റുഡിയോ എവിടെയാണ്, കയറി കണ്ടോളി പറഞ്ഞിട്ട് പോയി കാണിച്ചു തന്നു. അപ്പൊ വലിയൊരു ഹാള്, അപ്പൊ കുറെ സെറ്റപ്പ് ഉണ്ട്, ഒരു സ്റ്റുഡിയോ. അവിടെ നിന്നാണ് ഏകദേശം കുറെ അൽ ജസീറിന്റെ അറബി പ്ലസിന്റെ പിന്നെ ഏജ പ്ലസിന്റെയും കുറെ സ്റ്റുഡിയോ സെഗ്മെന്റിന്റെ ഷൂട്ട് അവിടെ നിന്ന് നടക്കല്. സംഭവം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഹാള്, കുറെ സാധനങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. അതിങ്ങനെ മാറ്റിയിട്ട് ഇവന്റ് ഒന്നൊരു ടെക്നിക്കാലിറ്റീസ് കാര്യം, അതായത് ലൈറ്റിങ്ങും വലിയൊരു ഹാള്. അവിടെ സെറ്റപ്പ് ഉണ്ട്, ഇവിടെ സെറ്റപ്പ് ഉണ്ട്, ഇവിടെ സെറ്റപ്പ് ഉണ്ട്, സീലിംഗ് ഫുൾ. ഈ പ്രൊഡക്ഷൻ ഡിസൈൻ നമ്മള് വേറെ ആയിട്ട് ഇങ്ങനെ നമുക്ക് വേണ്ട കോലത്തിൽ നല്ല വലിപ്പമുള്ള ഒരു ഹാള്. നമുക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കണം എന്നാണ്. ഒരു വലിയ ഹൈറ്റ് ഉള്ള ഹാൾ കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയല്ല ഉള്ളത്. നിങ്ങളൊരു റീലായി ചെയ്തിരുന്നില്ലേ? അപ്പൊ അത് ഭയങ്കര നമുക്ക് കാണൂലെന്ന് വിചാരിച്ചു, ബട്ട് പെട്ടെന്ന് കാണാൻ പറ്റി. അപ്പം അപ്പോഴും മൂപ്പര് സ്ട്രെസ് ചെയ്ത് പറഞ്ഞു, നമ്മുടെ അടുത്ത് നല്ല സ്റ്റോറി ഉണ്ടെങ്കിൽ ഇത്രയൊന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സ്റ്റോറി ചെയ്യാം, അത് നല്ല ഓഡിയൻസിലേക്ക് എത്തിക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ടീമുകളുണ്ട്. ഇപ്പൊ പോഡ്കാസ്റ്റിൽ തന്നെ അസീർ ഒരു ഇങ്ങനെ ചെയ്യുന്ന ഒരു ടീമാന്ന് വിചാരിച്ചോ, ഭയങ്കര ഹൈ എൻഡിൽ വർക്ക് ചെയ്യുന്ന, എന്നാൽ വെറും ഇതൊന്നും ഇല്ലാതെ ചെയ്യുന്ന 2 ക്യാമറയും വെച്ചിട്ട് നല്ല പ്രൊഡക്ഷൻ ചെയ്യുന്ന അറബി ടീമുകളുണ്ട്. എന്താ ബിദൂന് വർക്ക് എന്ന് പറഞ്ഞ ടീമുണ്ട്, ഒരു ഡെവലപ്പ് ആയതാണ്. 2 ക്യാമറ വെച്ച് നല്ല ക്വാളിറ്റി ഗസ്റ്റുകൾ. ഇതാണ് നിങ്ങൾ സ്റ്റോറി ഉണ്ടോ, ഫറാസ് ട്രെയിനർ, നിങ്ങളെ സ്റ്റോറി ഉണ്ടോ, അതായത് നിങ്ങൾ അതുണ്ട് ഇതുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒന്നല്ല, നല്ല സ്റ്റോറി ഉണ്ടോ എന്നാ പണിയെടുക്കുക, സ്റ്റോറി ചെയ്യും. അത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് എന്താണ് പറ്റുക, അതിലെന്ത് ചെയ്യുക, നിങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കുക. ദിസ് ഈസ് യുവർ വർക്ക്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് ഇതേ ഉള്ളെങ്കിൽ ഓക്കെ ഇത് വെച്ച് ചെയ്യും. ആൾക്കാർ സ്റ്റോറിയാണ് നോക്കുക, അയ്യോ ഇതെന്താ ഇവിടെ എന്താ അങ്ങനെ നോക്കും. ഐ മീൻ നോക്കും, ബട്ട് ബേസിക് വളരെ സിമ്പിൾ ആയ സാധനങ്ങൾ നമുക്ക് കുറച്ച് ഇൻസൈറ്റ് കിട്ടിയ. അപ്പോൾ ഈ ഫറാസ് ഖനി മൂപ്പരുടെ ഒരു അനുഭവം പറഞ്ഞു, അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു വർഷങ്ങളായിട്ട് മൂപ്പര് ആഗ്രഹിക്കുന്ന ഒരു ഗസ്റ്റിന് മൂപ്പർക്ക് പെട്ടെന്ന് ഒരു അവസരം കിട്ടി. സ്ഥലത്ത് പോയ സമയത്ത് ഒരു ഫൈറ്റർ അപ്പൊ മൂപ്പര ഷൂട്ട് ചെയ്യാൻ അവസരം കിട്ടി. അത് പെട്ടെന്ന് കിട്ടിയതാ. മൂപ്പര ഇതില് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തൊരു മൊമെന്റുമാണ്. മൂപ്പർക്ക് അവസരം കിട്ടി, മൂപ്പര് പോയി ഷൂട്ട് ചെയ്ത്. അപ്പൊ മൂപ്പര എക്യുപ്മെന്റ്സ് ഒക്കെ എടുത്ത് പോയിട്ട് മൈക്കും ക്യാമറ ഒക്കെ വെച്ച് ഷൂട്ട് ചെയ്ത്. ബട്ട് ഷൂട്ട് കഴിഞ്ഞ് നോക്കുമ്പോ സൗണ്ട് ഇല്ല. അത് മൂപ്പര് ഇങ്ങനെ വിശദീകരിച്ച് ബേസ് റെഡി ആക്കണം, അതായത് ക്യാമറന്റെ ഔട്ട്. അപ്പൊ നമുക്കൊരു പ്രാവശ്യം ഔട്ട് പോയി പറഞ്ഞല്ലേ, ബേസിക് മിസ്റ്റേക്ക് ആയിരിക്കും, ചെറിയ സാധനം. അപ്പൊ അന്ന് ചെക്ക് ചെയ്യാണ്ട് പെട്ടെന്ന് അങ്ങോട്ട് മൂപ്പര് എത്രയോ 3 മണിക്കൂറോളം സംസാരിച്ചു. അതില് ഇന്റർവ്യൂ എനിക്ക് ഒരു ബോക്സർ പേര് എഴുതുന്നില്ല, മുഹമ്മദ് അതായത് അതേപോലുള്ള വേറെ ബോക്സറും ഉണ്ട് മൂപ്പരല്ല. പക്ഷെ ഇയാള് അടിപൊളി ക്ലിപ്സും ബൈറ്റ്സും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പൊ എടുത്തുണ്ടായിരുന്നത് നമ്മളൊരു എപ്പിസോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്ത് മൈക്ക് കുത്തിയിട്ട് നമ്മള് നേരെ ക്യാമറയ്ക്ക് കണക്ട് ചെയ്ത്. പക്ഷെ ക്യാമറയിൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മള് ഫോണിൽ കണക്ട് ചെയ്യുമ്പോൾ സാധാ കുത്തലാണ് വയർലെസ് മൈക്കിന്റെ മറ്റേ കോമ്പോണന്റ്. പക്ഷെ ക്യാമറയിൽ കണക്ട് ചെയ്യുമ്പോൾ വയർഡായിട്ട് അതിലേക്ക് കണക്ട് ചെയ്ത് വെക്കണം. നമ്മളത് ഓർത്തില്ല. എന്നിട്ട് ഫുൾ എപ്പിസോഡൊക്കെ കഴിഞ്ഞ് ഔട്ട് വെക്കുമ്പോ എന്താ സൗണ്ട് ഇങ്ങനെ. പിന്നെ കോഴ്സിൽ ലാസ്റ്റ് പ്രൊജക്ട് എനിക്ക് ഭയങ്കര, അതായത് ഒരു പുതിയൊരു സാധനം എനിക്ക് ആദ്യമായിട്ട് വരുന്നത് ഷോർട്ട് ഹാൻഡ് സ്റ്റോറി സംഭവം. ഞമ്മക്ക് ബുദ്ധിയാണെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് ചെയ്യുന്നുണ്ട്. ഷോർട്ട് ഹാൻഡ് സ്റ്റോറി പറയുമ്പോൾ അതൊരു സൈറ്റ് ആണ് ബേസിക്കലി. അതിൽ നമുക്ക് ഷോർട്ട് ഹാൻഡ് സ്റ്റോറീസ് നമുക്ക് വേറെ ഡെവലപ്പ് ചെയ്യാം. ആ ശരി, വേർഡ് പ്രസ് അങ്ങനത്തെ ഇത്. അത് അതിലൂടെ എന്താ നമ്മളെ സ്റ്റോറി പല സ്വഭാവത്തില് വീഡിയോ ആയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലും പറ്റും. ഷോർട്ട് ഹാൻഡ് സ്റ്റോറീസ് ചെയ്യാൻ പറ്റും. എന്റെ പ്രോജക്റ്റിൽ ഞാനും ഷക്കീബ് കീം മക്തൂബിന്റെ ഡയറക്ടർ അല്ലേ, ഷക്കീബ് കീം ദർവേഷ് മക്തൂബിന്റെ വീഡിയോ എടുത്തത്. നമ്മൾ 3 ആൾക്ക് അയച്ച ടീം.
ഇപ്പോ നമ്മളെ സ്റ്റോറി ജാമിയ മില്ലിയന്റെ റിമെമ്പറൻസ്, കാരണം ആ ദിവസം തലേനേനും. അപ്പോ ഒരു ഷക്കീബ് ദർവേഷ് നല്ല എഡിറ്റേഴ്സ് ആണ്. അപ്പോൾ പറഞ്ഞു ആയിക്കോട്ടെ ഇജ്ജ് സ്ക്രിപ്റ്റ് ചെയ്തിക്കോ, നരേഷൻ ചെയ്തോ, ബാക്കി എന്ത് ചെയ്യാം നമ്മള് ചെയ്യുന്ന പറഞ്ഞു. അങ്ങനെ തലേന്ന് രാത്രി ഒരു ദിവസമാണ് സമയം തന്നത്. തലേന്ന് രാത്രി ഇജ്ജ് എന്ത് സ്ക്രിപ്റ്റ് ചെയ്തിക്കൊണ്ട ഞാനും ദർവേഷ് എന്ത് അതിന്റെ കണ്ടന്റ് ഫിക്സിങ് ഒക്കെ ചെയ്യാന്ന്. നമുക്കാണ് ഷെഹീങ്ക കൂടെ ഉണ്ട്. മൂപ്പരെന്താണെന്ന് ആ ഡേയിലുള്ള ബൈറ്റ് എടുക്കാൻ ഷെയ്ക്ക് ഉണ്ട്, ഒലൊക്കെ ഉണ്ട്. അപ്പൊ ആയിക്കോട്ടെ പറഞ്ഞു. പക്ഷെ ഞാൻ എഴുതി കൊടുത്തില്ല. അത് കോമൺ കേസ്. രാവിലെ എണീച്ചപ്പോ ഷക്കീക്ക എന്റെ പേര് ഞങ്ങൾ കൊടുക്കൂല. അവസാനം നമ്മള് ചെയ്തു. പക്ഷെ നല്ല രസമായിരുന്നു. എനിക്ക് ഇപ്പോഴും എനിക്കൊന്ന് ഷക്കീക്ക് എന്താ ചെയ്യുന്നറിയില്ല. ബട്ട് വൺ ഓഫ് ദ ഞാൻ പാർട്ടിയിൽ നല്ലൊരു പ്രൊജക്ട്, ഐ മീൻ കാണാൻ നല്ല രസം ഉണ്ടേനു. അതിപ്പോ അവൈലബിൾ അത് അതായത് നമ്മളെ ലിങ്ക് ഉണ്ട്, പക്ഷെങ്കിൽ ഔട്ട് ചെയ്തില്ല. ഞാൻ എന്റെ യൂട്യൂബ് പേജില് അത് ഞങ്ങളെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ സിറാജുന്നീസിന്റെ റിമെമ്പറൻസ് സ്റ്റോറിയാണ്. അപ്പൊ അതില് നമ്മളെ കൂടെ ഉള്ള ഷാഫിഖ് ഉണ്ട്, സാലിം ഷാഫിഖ്. അപ്പൊ മൂപ്പര് ഞാന് വിചാരിച്ചില്ല അത്ര നമുക്ക് സ്റ്റോറി ഉണ്ടാക്കാം. ബട്ട് മൂപ്പര് അത് അപ്പൊ തന്നെ ഹഫീഫിനെ കോണ്ടാക്ട് ചെയ്ത്, ഹഫീഫ് അഹമ്മദിനെ കോണ്ടാക്ട് ചെയ്ത് ബൈറ്റ് എടുപ്പിച്ചു. 9 മിനിറ്റ് ഉള്ള ഇന്റർവ്യൂ ബൈറ്റ് എടുത്ത് എന്നിട്ട് എനിക്ക് അയച്ചെന്ന്. ഭയങ്കര ഒരു ലോങ് ഫയലായിരുന്നു. അത് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അത് ഇന്റർവ്യൂ ആയിട്ട് യൂട്യൂബിൽ ഇട്ട്. അതായത് ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല സ്ഥലത്തുള്ള സാധനങ്ങൾ ഇതിൽ കാണിക്കാം. അപ്പൊ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് യൂട്യൂബ് ലിങ്ക് കൊടുത്തിട്ട് അത് യൂട്യൂബ് ഇങ്ങനെ കാണിക്കും. സ്റ്റോറി റീഡ് ചെയ്യുമ്പോൾ അതിലേക്ക് ഇമേജ് കൊടുക്കുക. പിന്നെ അതിന്റേതായിട്ടുള്ള കുറെ സോഷ്യൽ മീഡിയ പോസ്റ്റ് പ്രൊജക്ട് ആയിരുന്നു. എനിക്ക് എന്ത് രസേനു. കഴിഞ്ഞാ പിന്നെ താങ്ക് യു എനിക്ക് ഷെയ്ൻക്ക് നല്ലൊരു ഇത് ടൂറിസ്റ്റ് സ്റ്റോറി. അതായത് ബോസ്നിയയില് വർഷങ്ങളായിട്ട് ഈ ടൂറിസ്റ്റുകൾക്ക് എന്തുണ്ട് കൊല്ലാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തിട്ട്, അതായത് അവിടെയുള്ള ലോക്കൽസിനെ കൊന്നുകൊണ്ടുള്ള ഒരു എന്റർടൈൻമെന്റ് പറഞ്ഞ പ്രൊജക്ട് അവിടെ പ്രശ്നത്തിന്റെ ഇടയിൽ അന്നാണോ ഇപ്പൊ നടക്കുന്ന ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി. ടെക്നിക്കലി ചിലപ്പം പല ആൾക്കാർക്കും നമ്മളൊക്കെ കുറെ ഉണ്ടെങ്കിലും ഷെയ്ൻഖന്റെ സാധനം എന്ന് വെച്ചാൽ ഭയങ്കര ക്രിയേറ്റീവ് ആണ്. അതായത് അതിന്റെ പിക്ചർ ചെയ്തത് എടുത്ത സ്വന്തം എടുത്ത ഫോട്ടോ ആയിരുന്നു. അങ്ങനെ കുറെ എലമെന്റ്സ് അതിലുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിന്റെ ഫസ്റ്റ് പേജ്, ലാൻഡിംഗ് പേജും. എനിക്ക് ഈ കാലങ്ങളായിട്ട് പണി ചെയ്യുന്നോണ്ടേ എല്ലാരും സ്പീഡ്. എന്റെ കൂടെ ഉള്ള ശ്യാമത്തും ജിബ്രാനോ രണ്ടാൾ സ്പീഡ് ചെയ്യാ. ബൈറ്റ് നമ്മളെ സ്റ്റോറിന്റെ ഭാഗമായിട്ടുണ്ട്. അതില് പോയി എടുക്കുക, ദർവേഷ് പെട്ടെന്ന് അതിന്റെ ഇതൊക്കെ ഹെഡിങ്സ് സ്റ്റാർട്ടിങ്ങിലും കൊടുക്കുക, അപ്പാക്കുക, ഈ കയറ്റുക. കാണാൻ നല്ല രസമാണ്. കാരണം ഇവർ രണ്ടാണ് ഡിസൈനേഴ്സ്. നമ്മളെ കാണാൻ നല്ല രസമായിരുന്നു. ഇതിന് വേണ്ടിയിട്ടുള്ള എനിക്ക് തോന്നുന്നു ഔട്ട് ആയിരിക്കും. അതാണ് ആ പ്രൊജക്ട് നല്ല രസമാണ്. അപ്പൊ അരമണിക്കൂർ ഭയങ്കര രസമാണ്. അങ്ങോട്ട് പോകുക ഒറ്റക്കുള്ള പ്രൊജക്ടിൽ നമ്മൾ ഈ ഖത്തറിലെ കഥകൾ എന്തൊക്കെ? ഖത്തറാണല്ലോ. പിന്നെ നിങ്ങൾ ഫുൾ കറക്കം. ഒരു ദിവസം 3 ഡിന്നർ കഴിച്ചു. 3 ഡിന്നർ എന്നല്ല, ബട്ട് ഐ മീൻ നല്ലോണം ഫുഡ് കഴിച്ചു ഒരു ദിവസം തന്നെ. സാധാരണ നമ്മൾ ഒരു ദിവസം ഒരു നേരത്തേക്കല്ല ഹെവി കഴിക്കുക. ഇത് 3 നേരവും ഹെവി. ഐ മീൻ അത്ര ആൾക്കാർ നമ്മൾ സൽക്കരിച്ചിരുന്നു, സ്നേഹ ആൾക്കാർ. വെള്ളിയാഴ്ച ഫന്നാർ മസ്ജിദിൽ ഉമർ സുലൈമ വരണ്ടെന്ന് പറഞ്ഞു. ഉമർ സുലൈമാൻ ഖുത്തുബുണ്ട്. അപ്പൊ ഉമർ സുലൈമാനെ കാണണല്ലോ. ഐ മീൻ നമ്മൾ അത്രയും റെഫറൻസ് എടുക്കുന്ന ഒരു മനുഷ്യനാണല്ലോ. അപ്പൊ രാവിലെ തന്നെ നമ്മള് മാർക്കറ്റിൽ പോയി ഇറച്ചിയൊക്കെ വാങ്ങിച്ച് അകല്ല ഇറച്ചിയൊക്കെ വാങ്ങിക്കുമ്പോ അവിടെ ഒരു മീനിന്റെ ലേലുണ്ട്. അത് സഫാൻ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോ നല്ല ഒരു ഫൈനൊക്കെ കിട്ടേണ്ട സാഹചര്യം ഒരു മലയാളി ഒന്ന് രക്ഷിച്ചു. എങ്ങനെ മൂപ്പർ മനസ്സിലായെന്ന് അറിയില്ല. നമ്മള് ബേസിക്കലി എന്താണ് കണ്ടു കഴിഞ്ഞാൽ വീഡിയോ ഐ മീൻ തുറണ്ടാവല്ലോ. നമ്മള് ഭയങ്കര രസമുള്ള ഒരു മാർക്കറ്റ്, നമ്മളെ നാട്ടിൽ മാർക്കറ്റേ അല്ല, ഒരു ഭയങ്കര സെറ്റപ്പ് ഉള്ള ഒരു എ സി ഒക്കെ ഉള്ള ഭയങ്കര അറബികൾ ഇങ്ങനെ ലേലം വിളിച്ചു നടക്കുന്നത്. അപ്പൊ നമുക്ക് ഭയങ്കര സഫാരിത്തൊക്കെ ഒരു മൂഡ് ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ വിചാരിച്ചു. ഒരു ഫിഷ് മാർക്കറ്റ് ആണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ വേറെ തെറ്റൊരു രസം കൾച്ചറൽ അങ്ങനെ ഡെവലപ്പ് ചെയ്തൊരു സ്ഥലം. അപ്പൊ നമ്മള് വീഡിയോ ഓണാക്കി. അപ്പൊ ഇങ്ങനെ നടന്നു പോകുമ്പോണ്ട് ഒരാള് ഒനോ ഓഫാക്കി കള ഫൈൻ ഇട്ടു. ഒറ്റ പോക്ക് ഒരു മലയാളി ഒനോ ഓഫാക്കി ഫൈൻ ഇട്ടു. അപ്പൊ നമ്മളപ്പ തന്നെ എടുത്തു. അവിടെ നോക്കുമ്പോ എഴുതി വെച്ചിട്ടുണ്ട് 500 റിയാൽ ഫൈന്. 500 റിയാൽ. അപ്പൊ പോലീസും ഉണ്ട് അവിടെ, സർവൈലൻസ് ഒക്കെ കാര്യമായിട്ടുണ്ട്. പോലീസ് ഇങ്ങനെ വന്ന് നോക്കുന്നൊക്കെ ഉണ്ട്. നമ്മളെ ശ്രദ്ധിച്ചു. പിന്നെ അവിടെ ഐ മീൻ പബ്ലിക് അവിടെ വീടെടുക്കുന്ന ഇഷ്യൂ, പക്ഷെ അവിടുത്തെ ആൾക്കാരൊക്കെ പെടുന്നത് ഭയങ്കര പ്രശ്നമാണ്. അതല്ലേ നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും കേസ് ഉണ്ടായാൽ ഗവൺമെന്റിൽ ഭയങ്കര ഇൻവോൾവ്മെന്റ്
എന്നിട്ട് ഫൈനാർ പള്ളിയിൽ പോയി. ഫൈനാർ പള്ളിയിൽ പോയി ഭയങ്കര തിരക്ക്. മുർസലൈമാനെ കണ്ടപ്പോ എന്തോ ഉമർ സുലൈമാൻ അങ്ങനല്ല തിരക്കന്നെ ഒരു റഷും നല്ല ഹൈറ്റുള്ള മനുഷ്യൻ. സത്യം എന്താ ഇന്നേക്കാൾ ഹൈറ്റ്. ഞാൻ ഇന്ന് സ്റ്റോറി ഇട്ടീന്, ഞാൻ തലയെടുത്ത് നോക്കുന്ന മനുഷ്യൻ എന്നിട്ട്. കാരണം സാധാരണ ഈ ഹൈറ്റിലുള്ള അങ്ങനെ തലയെടുത്ത് നോക്കേണ്ട ആവശ്യം വരത്തില്ല. മുപ്പര എങ്ങനെയാ നോക്കിയത്? കാണുമ്പോ ഒരു ചെറിയ ഒരു ചച്ചിരിയെ കാണുമ്പോൾ ചെറിയ ശങ്ങല്ല. അവിടുത്തെ ഇതാണ് കൾച്ചറൽ ഒരു സെന്റർ ആണ്. ആൾക്കാരൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും ഗവൺമെന്റിന്റെ കുറച്ച് വേൾഡ് കപ്പിനൊക്കെ സമയത്തൊക്കെ എല്ലാവരും ആൾക്ക് റെഫർ ചെയ്യും. വേൾഡ് കപ്പിന്റെ സമയത്തൊക്കെ ആൾക്കാർ ഇസ്ലാമിനെ പറ്റി പഠിക്കാനൊക്കെ ആൾക്കാർ റെഫർ ചെയ്യാം. ഫനാറിലാണ് ബേസിക്കലി വലിയ വലിയ ഗസ്റ്റിനൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ. ഇപ്പോ അവിടെ ഇംഗ്ലീഷ് ഹുത്തുബ അവിടെ സ്പീച്ച്. ഒന്നാമത് ഫനാറിന്റെ സ്പീച്ച് പറഞ്ഞാല് വലിയ ആൾക്കാരായിരിക്കും വരിക. മുസ്ലിംമാർക്ക് വലിയ വലിയ ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടാണ് സ്പീച്ച് നടത്തുക. ബാക്കിയിടത്തൊക്കെ അറബി ആയതുകൊണ്ട് എന്താ അറിയില്ല. പക്ഷെ ഇവിടെ ഇംഗ്ലീഷിലുണ്ടാവുക. വലിയ ഗസ്റ്റുകൾ വരും. അവിടെ ഇന്റർനാഷണൽ എല്ലാവരും കാണാൻ വരും, അറ്റൻഡ് ചെയ്യും, സംസാരിക്കും, ഇന്ററാക്ട് ചെയ്യും. അതായത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വരുന്ന സ്ഥലമാണ്. അങ്ങനെ കാണാം. ഗവൺമെന്റ് മന്ത്രാലയത്തിന്റെ നല്ല തിരക്ക്. മൂപ്പർക്ക് സ്വാഭാവികം നല്ല ഫാൻസ് ഉണ്ടായിരുന്നു. എങ്കിലും അടുത്തോടി പോയി. ഫനാർ പറഞ്ഞ വിളക്കല്ലേ, അതിന്റെ ഷേപ്പ് ഓൾമോസ്റ്റ് കവറും ചെയ്തിട്ടുണ്ട് തോന്നുന്നു. ഖത്തർ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ പോയിട്ട് അവിടെ ഇരുന്ന് കണ്ട്. അതിലിപ്പോ ഈ ലൈബ്രറി തന്നെ എത്ര വട്ടം നമ്മൾ പോയിന്? 3-4 വട്ടം. എഡ്യൂക്കേഷൻ സിറ്റിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്ത സ്ഥലം. ഒന്നാമത് എഡ്യൂക്കേഷൻ സിറ്റി. ഇതിൽ കുറെ സിറ്റികളൊക്കെ ഈ പോസ്റ്റ് വേൾഡ് കപ്പ് സ്ഥലങ്ങളാണ്. അതായത് ഡെവലപ്മെന്റ് മൊത്തം സംഭവിക്കുന്ന ഈ വേൾഡ് കപ്പ്, പോസ്റ്റ് വേൾഡ് കപ്പ് ആ ഒരു സമയത്താണ്. എഡ്യൂക്കേഷൻ സിറ്റി എന്ന് പറഞ്ഞാല് ഗവൺമെന്റ് ഖത്തർ ഫൗണ്ടേഷന്റെ കീഴിൽ ഡെവലപ്പ് ചെയ്തൊരു സിറ്റിയാണ്. അതായത് സിറ്റി ഇൻ ദ സെൻസ് അവിടെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ, ഒരുപാട് മന്ത്രാലയം, ഒരുപാട് ബിൽഡിങ്ങുകൾ, ഒരുപാട് മ്യൂസിയംസ്, അങ്ങനെ ഒരു വലിയ പ്രൊജക്ട്. ലൈബ്രറി ഒക്കെ QNL ബേസിക്കലി നമ്മൾ വിസിറ്റ് ചെയ്തത് QNL, ഖത്തർ നാഷണൽ ലൈബ്രറി, അതേപോലെ മിനാരത്തേന്, അതായത് HBKU എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഈ മിനാരത്തേൻ ഐഡിയ അറിയോ? എന്നുവെച്ചാൽ മിനാരത്തേൻ പള്ളിന്റെ അടിയിലാണ് HBKU യൂണിവേഴ്സിറ്റി ചെയ്യുന്നത്. അപ്പോ അതിന്റെ അണ്ടർഗ്രൗണ്ട് 3 ഫ്ലോർ ഉണ്ട്. അപ്പോ അതില് ഇവര് പറഞ്ഞ ഒരു ഐഡിയ എന്ന് വെച്ചാല് മുമ്പ് വെച്ചാല് ദർസും പള്ളിയും ഒരുമിച്ചായിരുന്നു. പക്ഷെങ്കിൽ പിന്നെ എന്താണ് നവോത്ഥാനം ഇതിനൊക്കെ ശേഷം പള്ളി വേറെ, എഡ്യൂക്കേഷൻ വേറെ, അല്ലെങ്കിൽ നോളജ് സീക്കിംഗ് എന്ന് പറഞ്ഞാൽ വേറെയായി. പക്ഷെ ആ ഐഡിയ, അതായത് മുമ്പ് ഉണ്ടായിരുന്ന ഐഡിയ ദർസും മസ്ജിദും ഒരുമിച്ച് എന്നുള്ള ഐഡിയ ആണ് ഇവിടെ HBKU മിനാരത്തേനും HBKU ഒരുമിച്ചാവാനുള്ള ഐഡിയ എന്ന് അവർ ഇങ്ങനെ പറഞ്ഞിരുന്നു. മിനാരത്തേനാണ് എന്റെ ഓർമ്മയിൽ ഒരു സ്ഥലം എന്നുള്ള നിലക്ക്. കാരണം നമ്മൾ കുറെ ആഗ്രഹിച്ചാണ്. അത് ബേസിക്കലി ഞാൻ അപ്ലൈ ചെയ്ത സ്ഥലമാണ് HBKU. ഒരു ടൈം റിജക്റ്റ് ആയി. അപ്പോൾ ആ അപ്ലൈ ചെയ്തതെന്ന് മാത്രമല്ല, നമുക്ക് അവിടെ ഹൈത്തമുദ്ദുഹൈനെ കാണുന്ന കൂടിണ്ടായിരുന്നു. നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് ഹൈത്തമുദ്ദുഹൈന്. അതേപോലെ അവിടെ ആയിരുന്നു. ഇപ്പം അവിടെ ഫുൾ ടൈം അല്ല, അവിടെ വേറെ ഇമാമുമാരുണ്ട്. ഒരു ഇന്ത്യക്കാരൻ. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ അന്ന് ലാസ്റ്റ് ടൈം അവിടെ പോയ സമയത്ത് അവിടെ ഒരു ഇന്ത്യൻ ഇമാമും ഉണ്ട്. അവിടെ ഇന്ത്യക്കാരനായിട്ടുള്ള, ഖത്തറിലാണ് വർഷങ്ങളായിട്ട്. ഒരു മോനെ അവിടെ മൂപ്പര് പഠിപ്പിക്കുന്നുണ്ട്. മോനെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഞാനും ലബിയും എന്ത് ചെയ്ത് എന്തായാലും ഇത് കിട്ടണം എന്നുള്ള നിനക്ക് ഓനോട് കമ്പനി ആയിട്ട് ഓന് മൈക്ക് കൊടുത്തിട്ട് നമ്മള് ഷൂട്ട് ചെയ്തു. ഞാൻ ഓൻ എത്ര യൂസൊക്കെ പഠിച്ചു വെച്ച് 2 യൂസ. മലയാളിയല്ല, ഇംഗ്ലീഷ്. ഓന് ഇന്ത്യ ഒന്നും അറിയില്ല, ഇന്ത്യന്റെ ഒന്നും അറിയില്ല. മോൻ തന്നെയാണ്. അപ്പൊ അല്ല, അതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾ വരുന്ന മുമ്പ് ഞാൻ ഫസ്റ്റ് നിസ്കരിക്കാൻ ഇരിക്കുന്നു. അപ്പൊ അവിടെ ഫുൾ ഇങ്ങനെ കുറെ കുട്ടികൾ. അപ്പൊ ഇതങ്ങനെ ഇവനെ കിട്ടിയിട്ട് ഇവനെ ഞങ്ങൾ എന്ത് ചെയ്ത് എത്ര ജ്യൂസ് പഠിച്ച് ഓതാൻ പറ്റുമെന്ന് വെച്ച്. അപ്പൊ ഈ 2 ജ്യൂസ് ഓദിപ്പിച്ച് നല്ല കുറച്ച് വിഷ്വൽസ് ഒക്കെ ഞാൻ പറഞ്ഞേ. അതായത് ഈ വിഷ്വല് അതായത് ഈ വിഷ്വൽ എടുത്തു കഴിഞ്ഞ് ചെക്ക് ചെയ്ത് നോക്കുമ്പോ മൈക്ക് ഡിസ്റ്റൻസ് കൊണ്ടായിരിക്കാം സൗണ്ട് ഇല്ല. ഞങ്ങൾ ലബിയാണ് ഷൂട്ട് ചെയ്ത്. അപ്പോൾ ഞാൻ കുറച്ച് ഡിസ്റ്റൻസിൽ ഇങ്ങനെ ഒരു ഇതൊക്കെ കാണിച്ചിട്ട് എടുക്കുന്നത്. നമ്മൾ ഓതുന്നു, ഈ ആർക്കിടെക്ട് മൊത്തം കാണിക്കുന്നു, സൂറത്ത് മുജാദിലെ മൊത്തം രീതി കാണിച്ച ഒരു സ്പേസ് ഉണ്ട് അവിടെ. അത് മൊത്തം ഇങ്ങനെ അങ്ങനെ കാണിച്ചിട്ട് ഒരു ഷൂട്ട്. ബട്ട് എൻഡ് ഓഫ് ദി ഡേ അതിൽ സൗണ്ട് ഇല്ല, ഓഡിയോ ഇല്ല. ഞാൻ വെറുതെ ഇങ്ങനെ വിഷ്വൽ ആക്കിയിടാം. എഴുതിയിട്ടൊന്നൊക്കെ ഉണ്ടായിരുന്നു. നല്ല കിറാത്തിൽ ഓതി തന്നു. നമ്മൾ ചോദിക്കുന്നൊക്കെ അങ്ങനത്തെ ഉത്തരം പറഞ്ഞു. അതൊക്കെ മിസ്സായി. ഐ മീൻ വിഷ്വൽ ഉണ്ട്, ഫുട്ടേജ് ഉണ്ട്. പക്ഷെ നമ്മളെ ഈ ഇതില്ലേ എന്താ പറയാ, കാലിഗ്രഫി, അറബിക് ഡീകോഡ് സീരീസ്, അതാണ് നല്ല സാധനങ്ങൾ. നടന്നോ? കുറച്ച് വിഷ്വൽസ് ഒക്കെ ഉണ്ട്. 2-3 വീഡിയോ ഇടാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. മറ്റേ മിനാരത്തെ ഇതില്ലേ, 2 മിനാരങ്ങളാണ് മിനാരത്തെ. അപ്പൊ അതിലൊരു മിനാരത്തുമേല് ഇതിരിക്കും.
പിന്നെ സൂറത്തുൽ മുജാദല മൊത്തം എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ പള്ളിന്റെ അടിയിൽ 5 തൂണാ. 5 പില്ലറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇസ്ലാമിന്റെ 5 സാധനങ്ങൾ. അപ്പൊ ഓരോ പില്ലർമേലും അതുമായിട്ട് ബന്ധപ്പെട്ട ആയത്ത്. ഇപ്പൊ നിസ്കാരത്തിന് പിന്നെ സ്വലാത്ത് ഇങ്ങനെ കിട്ടാതെ നോക്കൂ. കൺസെപ്റ്റ് ഭയങ്കര അടിപൊളി. ഇൻഫ്രാസ്ട്രക്ചർ ഫുള്ളൊരു ഇസ്ലാമിക്. അതുപോലെ പറഞ്ഞത് ഷുഹൈബ് നമുക്ക് പറഞ്ഞത്, അതായത് ഈ പില്ലേഴ്സ് മാത്രല്ല, അവിടെ അങ്ങനെ എത്ര ഖുർആനിലുള്ള റെഫറൻസുകളാണ് ഇതിനെ മൊത്തം റെഫറൻസ് ആയിട്ട് എടുത്തത്. അതായത് തോട്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടെ തോട്ടങ്ങളുണ്ട്, അരുവികളുണ്ട്, അങ്ങനെ അങ്ങനെ എല്ലാ കൺസെപ്റ്റും പില്ലേഴ്സ് എല്ലാം ഒരു മസ്ജിദ് ഓറിയന്റഡ് ആയിട്ടുള്ള മസ്ജിദ് സെന്റേർഡ് ആയിട്ടുള്ള കൾച്ചർ ഓരോ ഫ്രൂട്ട്സ്. അപ്പൊ അതായിട്ട് ബന്ധപ്പെട്ട ആയത്ത് അതിന്റെ അടുത്ത് ഇങ്ങനെ ഉണ്ടാവും. ഖുറാനിൽ പരാമർശിച്ച പലതരം മരങ്ങൾ, അതൊക്കെ എന്തുണ്ട് ഒരു ഖുറാനിക്. നല്ല രസം. ഇതൊക്കെ എക്സ്പീരിയൻസ് ആർക്കും പോയി ചെയ്യാന്നുള്ള. നമ്മളെ നാട്ടിലൊക്കെ എന്തെങ്കിലും എവിടെയാണെങ്കിലും എല്ലാത്തിനും ഒരു കോസ്റ്റ് ഉണ്ടാവും. അത്രയുള്ള മൊത്തം എക്സ്പീരിയൻസ് എല്ലാവർക്കും അവിടെ അമ്നസ്റ്റീസ് മൊത്തം. ഇപ്പൊ പേൾ എന്നൊക്കെ പറഞ്ഞാല് പേളോ ലുസൈൽ ഏത് സ്ഥലമാണെങ്കിലും ഒക്കെ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഇതൊക്കെ ആക്സസിബിൾ ആണ്. അതിലേക്ക് കേറാൻ പിന്നുള്ള അതിലുള്ള എക്സ്ട്രാ സാധനങ്ങൾക്കാണ് ഫീസ്. ബാക്കി എല്ലാവർക്കും എക്സ്പീരിയൻസ്. അവിടെയൊക്കെ ഇന്ത്യൻസ് ആയിട്ടുള്ള ഒരുപാട് ഫാമിലീസ് വന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ സിറ്റിന്റെ ഉള്ളില് പള്ളിന്റെ ചുറ്റൊക്കെ ആയിട്ട് ഫാമിലീസ് മക്കളൊക്കെ ആയിട്ട് വന്നിരുന്ന് സംസാരിച്ച് ഈ ക്യാമ്പിംഗ് ഉണ്ടോ, ഈ ചെറിയ പരിപാടികളുണ്ടോ, ചായ കുടിച്ചിരിക്കുന്ന പരിപാടികൾ, പിക്നിക്, ആ സംഭവം നല്ല നല്ല രീതിയിൽ അവിടെ നടക്കുന്നുണ്ട്. നമുക്ക് അവിടെ ഓരോരുത്തർക്കുള്ള മൊമെന്റ്സ്, മറക്കാനാവാത്തൊരു മൊമെന്റ്. എനിക്ക് ഇപ്പൊ ഫസ്റ്റ് എനിക്ക് ഓർമ്മ വരെ റക്കീബ് ഖാന്റെ വണ്ടി അടിച്ചതാണ്. അതായത് വണ്ടി ആക്സിഡന്റ്. നമ്മൾ സോറി ഏറ്റവും കൂടുതൽ ചിലവേറെ എപ്പിസോഡ് കണ്ട്. അതായത് റക്കീബ് ഖാൻ നമ്മളെ സീനിയറാണ്, കോളേജിൽ സീനിയറായിരുന്നു. പിന്നെ എന്നെ പഠിപ്പിക്കുകയും ചെയ്തതിന് അറബി ഉസ്താദുമാണ്. അപ്പൊ നമ്മള് ഖത്തർക്ക് വരിക എന്ന് പറഞ്ഞാൽ മുതൽ തന്നെ മൂപ്പര് കോണ്ടാക്ട് ചെയ്ത് പല ജാതി സ്വഭാവത്തിൽ മൂപ്പരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാവിധ സഹായങ്ങളും മൂപ്പര് ചെയ്തിരുന്നൊക്കെ പറഞ്ഞിട്ട് എത്തിയപ്പോൾ തന്നെ ഒന്ന് കണ്ട് ഇൻഷാ നമുക്ക് കാണാന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ഖുറാന്റെ എപ്പിസോഡ് വാസി ഉസ്താദായിട്ടുള്ളത് അത് പ്ലാൻ ചെയ്തു. ഇപ്പോൾ റക്കീബ് കൈക്കോട് നിങ്ങളെ റൂമിൽ നിന്ന് ഞാൻ വന്നിട്ട് പിക്ക് ചെയ്യുക, നമുക്ക് ഷൂട്ടിംഗ് ലൊക്കേഷൻ, അതായത് ഉസ്താദ് ഖുത്ബ പറയുന്ന പള്ളീൻ്റെ അടുത്തേക്ക് പോവാം. അങ്ങനെ തീരുമാനിച്ചു. വെള്ളിയാഴ്ച വന്നു. റക്കീബ് തിരക്കിനിടയിൽ കൂട്ടിയാൻ വന്നു. പള്ളിയിൽ പോകുന്നേക്ക് വേറെ വണ്ടി നമ്മുടെ സൈഡിൽ അടിച്ച്, കാറിന്റെ സൈഡിക്ക് ഇവന്റെ ഭാഗത്തേക്ക് അടിച്ച്. മൂപ്പരത്തെ വെച്ചാൽ മൂപ്പര് ഒരു പുതിയ കാർ എടുത്താണ്. അവിടെ എന്താ വെച്ചാൽ ഖത്തറിൽ മൊത്തത്തിൽ ഒരു ചൈനീസ് കാർ റവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗമായിട്ട് മൂപ്പര് അത്യാവശ്യം നല്ല രസമുള്ള ഒരു കാർ എടുത്തു. കാർ എടുത്തിട്ട് 1ാമത്തെ മാസം വേറെ ചങ്ങായി ഒന്ന് ബാക്കിലടിച്ച്. അപ്പൊ അതിന്റെ ഇൻഷുറൻസ് അത് ഇതൊക്കെ ഇങ്ങനെ മൂപ്പര് ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ ഇൻസിഡന്റ്. വണ്ടി നിന്ന് വണ്ടി പിന്നെ പുകയൊക്കെ വന്ന് ഇവന്റെ ഭാഗത്ത് എയർ ബാഗെല്ലാം വന്ന് നല്ല ഇടിയാണ്. ഞാൻ അങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്തോന്ന് നമ്മള് ലൊക്കേഷൻ എന്തോ നോക്കണം. അപ്പൊ പെട്ടെന്നൊരടി. അപ്പൊ ഇത് ആക്സിഡന്റ് ആണ് എനിക്ക് ഫസ്റ്റ് മനസ്സിലായില്ല. ബോധം പോയാ ഇല്ല അങ്ങനെ സംഭവിച്ചത്. നല്ല പവർഫുൾ ആയിരുന്നു. ഞാൻ അങ്ങനെ അടിച്ച് ഷെയർ ബാഗിൽ ചില്ലുമേൽ അടിക്കേണ്ടത്. പിന്നെ സ്വാഭാവികമായിട്ടും നല്ലൊരു അടി വന്നു കഴിഞ്ഞാൽ കാർ ഇങ്ങനെ കേറി പോകില്ലേ, കാലിലൊക്കെ എത്തേണ്ടല്ലേ. പക്ഷെ കാറിന്റെ ഉള്ളിലേക്ക് ഒന്നും സംഭവിച്ചില്ല. പുറത്ത് ചതഞ്ഞാണെങ്കിലും നല്ല സെറ്റപ്പ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. തല പിന്നെ കുറച്ചേരം മൊത്തത്തിൽ തരിപ്പ്. ഇപ്പൊ ആക്സിഡന്റ് ആയാലും എല്ലാവർക്കും തരിപ്പുണ്ടാവില്ലേ. പിന്നെ നമ്മള് ജുമേന അപ്പൊ അടുത്തുള്ള പള്ളി പിന്നെ നടന്ന് നിസ്കരിച്ച് ഓവറടിച്ച് തന്റെ എപ്പിസോഡ് ഷൂട്ട് പറ്റിയപ്പോ തന്നെ അയാള് പറയുന്നുണ്ട് ഞാനാണ് പറഞ്ഞിട്ട് അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ. പിന്നെ ഇത് അതിന്റെ പ്രൊസീജിയറും റെഡിയായി കിട്ടുന്ന കുറച്ച് ടൈം എടുക്കും. അപ്പൊ അത് ഭയങ്കര അന്ന് പള്ളി കേറിയപ്പോ ഒരു കിറാത്തുണ്ടായി. നമ്മളെ സൈഡിലുള്ള ഒരു പള്ളിയുടെ അടുത്ത് കയറി, വേറെ വഴിയില്ല നമുക്ക് വണ്ടി വരുന്നവരെ. ആ പള്ളിയിലെ കിറാത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായ കിറാത്ത്. കുത്തുബയും കിറാത്തും ലാസ്റ്റ് പകുതിയായി എത്താൻ തോന്നുന്നു. അവിടെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും നിസ്കരിക്കാനും അതിനുള്ള സൗകര്യങ്ങൾ, ഐ മീൻ എല്ലാ മെട്രോന്റെ ഉള്ളിലും നിസ്കരിക്കും ആക്സസിബിൾ. സ്റ്റേഡിയത്തിലുണ്ട്. ഞങ്ങൾ കയറിനു. നമ്മള് കളി കാണാൻ പോയില്ലേ, PSG കളി കാണാൻ പോയാന്ന് ഞാൻ സ്കെച്ചില്ലാണ്. അപ്പൊ വിശ്വാസിക്കാൻ വേണ്ടി ഈസാന്റെ പുറം പോയപ്പോ സ്റ്റേഡിയത്തിന്റെ ഓരോ മൂലയില് ക്യാപ്സ്യൂളുകൾ, പള്ളികള് നമ്മളെ മെട്രോയിൽ കണ്ട അതേ ഏകദേശം ഒരു മോഡലുള്ള ക്യാപ്സ്യൂൾ പള്ളികൾ ഭയങ്കര രസമാണ്. എല്ലാ മെട്രോയിലും പള്ളിയുണ്ട്. പള്ളി മെട്രോ ഇതിന്റെ ഉള്ളില്, അതായത് സ്റ്റേഷന്റെ ഉള്ളിൽ. പക്ഷെ മൂപ്പര് നമ്മള് 3 ദിവസം മൂപ്പര് വണ്ടിയിൽ ഓരോ സ്ഥലങ്ങള്, ഓരോ ഫുഡ്, ഓരോ സംഭവം. അതിനിടക്ക് മൂപ്പര് ഇങ്ങനെ പാടുക, സഫാം പാടുക. ഖത്തർ കോർന്നറിയില്ലേ, എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ള ഡെസേർട്ട്. നമ്മള് ആൾക്കാരെ വിസിറ്റ് ചെയ്യുന്നുണ്ട്, സ്ഥലത്ത് പോകുന്നുണ്ട്, പാർക്ക് പോകുന്നുണ്ട്. അതിന്റെ അപ്പുറത്തേക്കും ഒന്നുകൂടി ഖത്തറിൽ എന്താണോ ഒന്നുകൂടി ഇന്നർ ഇതിലുള്ള ലോക്കലായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് രാത്രി ഓക്കെ ഇവിടെ വന്നിട്ട് ഇരുന്നിട്ട് വൈബ് പാടച്ചെന്ന് വൈബടിച്ച് പാട്ട് പാടുക,
നമ്മൾ ഇനിയും ഖത്തറിൽ നിന്നിട്ട് ഇനിയും കൊണ്ടുപോയി മൂപ്പര്. നമ്മൾ ലാസ്റ്റ് പോരുന്നതിന്റെ തലേന്ന് വരെ മൂപ്പര് രാവിലെ നമ്മള് കൊണ്ടേക്ക് ഫുഡ് കഴിക്കാൻ. മൂപ്പര് മിനാപ്പോട്ട് പോയിട്ട് ഇങ്ങനെ സംഭവം ഉണ്ട് മൂപ്പര് പറഞ്ഞു. എന്റെ മറ്റേ പക്ഷികൾക്ക് ഫുഡ് കൊടുക്കുന്നത് സീകൾ. മൂപ്പര് അന്ന് 2 ദിവസം കണ്ട് മൂപ്പരാണ് ഇത് ഉണ്ട് നിങ്ങൾ ഉണ്ടേ പറയുന്നത്. സുബൈക്ക് നമ്മൾ എടുത്ത് നമ്മളിങ്ങനെ എണീച്ച് നമ്മൾ പോയോക്കിയാലോ, ആയിക്കോട്ടെ വണ്ടി എടുത്ത് നമ്മളെ കൂട്ടി മിനാപ്പോട്ടിൽ കൊണ്ടുപോയി. അത്രയും. പിന്നെ മറ്റേ ഫുഡിന് നമ്മൾ റീലിട്ട് അത്യാവശ്യം നമുക്ക് ഭയങ്കര നമ്മൾ ആട്ടും കൊണ്ട് സംസാരിക്കുമ്പോ ഭയങ്കര കണക്ഷൻ സംസാരിക്കുമ്പോ നമ്മള് ഒരേ വിഷയങ്ങള് കൈകാര്യം ചെയ്യും, ആട്ടും കൊണ്ടും രാത്രി ഒരുപാട് ഡിസ്കഷൻസ്, നല്ല രസമുണ്ടായിരുന്നു. ഐ മീൻ ഒരു പോഡ്കാസ്റ്റ് അവിടെ മൈക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനടുത്ത് പറയുന്നു, അതായത് അത്രയും നമ്മൾ കുറെ വിഷയങ്ങള് നമ്മൾ പറയുന്നത് കരീംകാര് കണ്ടാ കരീംകാര് നമുക്ക് കിട്ടുക, കരീംകാരുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് അപ്പൊ എത്രയോ നേരം സംസാരിക്കുക, ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കുക. അത് നല്ല രസത്തില് വേണ്ട മൈക്ക് കുത്തിയാലോ ഇപ്പൊ വേണ്ട. നമ്മളെ നാട്ടിനെ പരിചയമുണ്ട്. ഖത്തറിലെത്തിയപ്പോ ഓന് വെക്കേഷന് പോയതായിരുന്നു, NIT പഠിക്കുകയാണ്. വെക്കേഷൻ ഫാമിലിന്റെ അടുത്ത് പോയ സമയത്ത് നമ്മൾ കറക്റ്റ് ആ സമയത്ത് അവിടെ എത്തുകയും ചെയ്ത്. ഓനൊന്നും കൂടി ഫാമിലിന്റെ കൂടെ വിസിറ്റ് പോയതാണ്ട് കുറച്ചുകൂടി ടൈം ഉണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് സമയം അവന്റെ കൂടെ കിട്ടി. ഓനെ നമ്മള് ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയി. നമ്മൾക്ക് എന്താ അവിടെ മൊത്തം നമ്മളൊരു ഉപ്പിന്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ യാത്രയാണ്. നമ്മൾ ഒരുപാട് കൊതിച്ചു പോയ ഒരു യാത്രയാണല്ലോ. അപ്പൊ എന്താണ് ഉപ്പ് എന്നുള്ള ആൾക്ക് എന്താണ് ഇൻസൈറ്റ്സ്? ഉപ്പ് എന്നുള്ള ആൾക്കും പേഴ്സണൽ ലെവലിലും കുറെ ബേസിക്കലി എനിക്കൊന്ന് കണക്ഷൻ. ഇപ്പൊ കുറെ ആൾക്കാർക്ക് ഉപ്പ് അറിയാം. അപ്പൊ നമ്മള് അങ്ങനത്തെ കുറെ ആൾക്കാരായിട്ട് ഇപ്പൊ അസ്ലാംക്ക് ഒരു ദിവസം മൊത്തത്തിൽ നമ്മളിങ്ങനെ കൊണ്ടുവരുന്നു നമ്മുടെ സീനറി. മൂപ്പര് അൽക്കോർ തന്നെ കുറച്ച് ദൂരമുള്ള സ്ഥലം. മൂപ്പര് അവിടെ വരെയൊക്കെ റൈഡ് പോയി. അവിടുന്ന് കുറെ നമ്മളെ പരിചയമുള്ള ആൾക്കാരെ കണ്ടു, കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ കണ്ടു. പിന്നെ യൂത്ത് ഫോറത്തിന്റെ കീഴിൽ നമ്മളൊരു ഇവന്റ് ഉണ്ടായിരുന്നു, ഉപ്പിന്റെ ഒരു ഇവന്റ്, പോഡ്കാസ്റ്റ് മീറ്റിംഗ്. അപ്പൊ അതിൽ കുറെ ആൾക്കാർ വന്നു. ഓലൊക്കെ നമ്മള് കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചു, ഓലൊക്കെ ആയിട്ട് കണക്ട് ആയി. അപ്പൊ കുറെ ആൾക്കാരായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് അവിടുന്ന് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യേണ്ടിട്ട് പറ്റിയത്. അതെ, ലാസ്റ്റ് ഭയങ്കര ഫസ്റ്റ് ഒക്കെ കുറച്ച് ഫ്രീ ആണ്. ഇപ്പൊ നമ്മളെ കുറെ ഫാമിലി ഫ്രണ്ട്സ് നമ്മളെ ജസീൽ അവരൊക്കെ വന്നിട്ട് ഫുഡ് വാങ്ങിച്ചെടുത്തൊക്കെ ലാസ്റ്റ് എത്തിയപ്പോ ആൾക്കാരെ കാണാൻ കുറെ ബാക്കിയുണ്ട്. പക്ഷെ നമുക്ക് ടൈമും ഇല്ല. പേഴ്സണലി നമ്മളെ നാട്ടിലത്തെ കുറെ ആൾക്കാരുണ്ടാവും, അടുത്ത കുടുംബക്കാര് ഫ്രണ്ട്സ് ഉണ്ടാവും, പിന്നെ ഫ്രണ്ട്സ് നമ്മളെ മുമ്പ് പഠിച്ച സ്ഥാപനങ്ങളൊക്കെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും. ഇവരൊന്നും കാണാൻ എന്തായാലും ബേസിക്കലി സമയമല്ല. പിന്നുള്ളത് കോമൺ ആയിട്ടുള്ള ആൾക്കാരെ മാക്സിമം മീറ്റ് ചെയ്യാം. പിന്നെ അടുത്ത ഫുഡ് ഇത് നോക്കിയാൽ മതി. ഫുഡ് മന്തി നിങ്ങൾ കഴിച്ചില്ല? അൽ ജസീറയിലെ ഫുഡ് വാങ്ങണം. ഫുഡ് ഇപ്പൊ പോയപ്പം തന്നെ റയീസ് ഇന്ത്യ അബുവിന്റെ ഫാമിലിയാണ്. അപ്പൊ മൂപ്പരെന്ത് ചെയ്ത് നമ്മളൊരു ഫിഷ് മന്തി വാങ്ങിച്ചു വന്നു. അൽസീബിലെ ഫിഷ് മന്തി കഴിക്കണം. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അല്ലക്കർന്ന് കുനാഫ്. ഇവിടുത്തെ കുനാഫ് നല്ല കുനാഫ് പറയുമ്പോ അങ്ങനെ കുറെ ഫുഡ് ഐറ്റംസ്. ടൈം പോയി ഒരു സെഞ്ചുറി ഹോട്ടൽ. അച്ചാർ നല്ല ടേസ്റ്റ്. അച്ചാർ നണ്ടിട്ട് നമ്മൾ അടപ്പോക്കിനു. പിന്നെ കൊറേ ഫുഡ് നല്ല ഫുഡ് എന്നല്ല അവിടെ എന്താ വെച്ചാല് എന്തോ ഒരു രസമാണ്. എനിക്കറിയാം ലിവിങ് ക്വാളിറ്റി ബെറ്റർ ആയോണ്ടോ മേ ബി അവിടുത്തെ നല്ല അതിന്റെ മെയിൻ എന്താ വെച്ചാൽ നമ്മള് നല്ല ഫുഡ് കഴിച്ചത്. ഫുഡുകളൊക്കെ നല്ല ഫുഡുകളിൽ നമ്മളെ കൊണ്ടുവരണം. നല്ല ഫുഡുകളാണ്. പിന്നുള്ളത് വീടുകളിൽ നിന്നുള്ള നമ്മള് കാണാൻ പോയ ആളുകളില് എല്ലാരും വീട്ടിൽ നിന്നൊക്കെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചു. എല്ലാരും നല്ല ഫുഡായിരുന്നു. പിന്നെ എടുത്ത് പറയണ്ടേ ഫദല് ജസീൽ. എപ്പോഴും വരും. ഓൾക്ക് നല്ല ദേഷ്യാണ്. കാരണം ഓരോ നമ്മൾ വല്ലാണ്ട് അവസാനൊക്കെ ഫദല് ജസീൽ ചൂടായി പോയപ്പോ, അതായത് ലാസ്റ്റ് നമ്മളെ നാട്ടിൽ നിന്ന് ചെക്കന്മാർ നിങ്ങളെ കണ്ടില്ലാണ്ട് ഓരോട്ട് വന്ന് ഇത് ലാസ്റ്റ് എയർപോർട്ടിൽ പോകുന്ന സമയത്ത് ഓരോന്നും നിങ്ങൾക്ക് ചായ അയച്ചതെന്ന് നിർബന്ധിച്ച് ഇന്ത്യാബുനെയും കൊണ്ടുപോയി. പക്ഷെ അവിടെ ഇവര് ഫദല് ജസീൽ നമുക്കാണ് നിൽക്കാണ് ചൂടാവേ. അവരതിന്റെ തലേന്നേ വിളിക്കണ്ടേ ഇന്നെന്തായാലും പണി ഏറ്റെടുക്കരുത്. ബേസിക്കലി ഫദലും ജസീൽ ആകെ ഒരു ഒറ്റാണ് ഖത്തറിൽ വന്നിട്ട് കണ്ടത്. നമ്മളെല്ലാരും ഒരു ഒറ്റ കമ്പനിയാണ്. അപ്പൊ ഞങ്ങള് വന്നതിന് ശേഷം ഒരു 2 വട്ടം 3 വട്ടം ഒപ്പം കണ്ട് ഇങ്ങോട്ടും നമ്മള് ത്രൂ. അപ്പം അവിടെ എല്ലാരും ബിസിയാണ് ബേസിക്കലി. പക്ഷെ ടൈം മാറ്റി വെച്ചു. ഫദലും ജസീൽ ലാസ്റ്റ് നമ്മളെ വണ്ടി എടുത്ത് തന്നൊക്കെ വലിയ വണ്ടി. ഒരു വണ്ടി ലഗേജ് ഉണ്ട് പറഞ്ഞു. ലഗേജ് സഫാന്റെ ലഗേജ് ഒന്ന് ചർച്ച ചെയ്യണം. ശരിക്കും പൂർത്തിയാവാം. സഫാന് ഒമാൻ ചിപ്സ് മൊത്തം വാങ്ങിയിട്ടാണ് നാട്ടിൽ വരുന്നത്. എന്നിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ. എനിക്ക് ഒമാൻ ചിപ്സ് കിട്ടിയില്ലേ? അത് പോട്ടെ. അപ്പൊ ഇവരടുത്ത് പറഞ്ഞു ലഗേജ് ഉണ്ട് ഫതിലെ ജസീല ലഗേജ് കുറച്ചുണ്ട്. അതിനനുസരിച്ച് വണ്ടി എടുത്ത് നമ്മളും 4 ആൾക്കാരുണ്ടല്ലോ
സംഭവം എന്താ ആർമി ബേസിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഓൾക്ക് എന്താ റെന്റൽ പരിപാടിയാണ്, ഒരുപാട് വണ്ടികളുണ്ട്. അപ്പൊ അന്ന് ഓന് കറക്റ്റ് നമുക്ക് വേണ്ട സമയത്ത് വണ്ടി ഇല്ലാതെ ഞാൻ നിൽക്കേനി. പെട്ടെന്ന് വിളിച്ചു പറഞ്ഞ് ആർമി ബേസിൽ ഒരു വണ്ടി എടുക്കുന്നുണ്ട്, എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതെടുത്ത് വന്ന് വലിയൊരു വണ്ടി നമ്മളെ കൊണ്ട് അൽഹംദുലില്ലാ. പിന്നെന്താ വെച്ചാല് ഇപ്പം വേറൊരു സ്ഥലത്ത് നമ്മളൊരു മെച്ചം, ഐ മീൻ ആദ്യമായിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇന്റർനാഷണൽ യാത്ര നടത്തുന്നത്. ഇന്റർനാഷണൽ യാത്ര പിന്നെന്താ ചെറിയ പോക്കും വരും ഡൽഹി അതിനൊക്കെയുള്ളത്. അപ്പൊ ഇന്റർനാഷണൽ ലബി ആദ്യമായിട്ടോ. ലബി ആദ്യമായിട്ട് ഞാൻ ഖത്തറിൽ പോയി മുമ്പ്, പക്ഷേ ഒന്നും ഓർമ്മയില്ല. നമ്മള് ഇതല്ലാത്തൊരു കോണ്ടാക്സിലേക്ക് എത്തിപ്പെടുകയാണല്ലോ. അതായത് നമ്മള് കാലങ്ങളായിട്ട് കണ്ടുവന്ന രൂപം ഓരോന്നിലും എല്ലാ കാര്യത്തിലും അപ്പം അതിൻ്റെതല്ലാത്ത കോലത്തിൽ ആവിഷ്കരിക്കപ്പെടുന്ന ഓരോ സ്ഥലമാണ്. ഏത് സ്ഥലം ഖത്തറിനല്ല, ബട്ട് ഏത് സ്ഥലം അപ്പോഴാണ് നമുക്ക് ഒന്നുകൂടിയും കുറെ നമ്മൾ ഈ ഒരു എന്തായാലും നമ്മളൊരു ചിന്താമണ്ഡലം വലുതാവും. ഈ പൊട്ടക്കിണറ്റിലെ തവള എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടല്ലോ. പൊട്ടക്കിണറ്റിലെ തവള എന്താണ്? പൊട്ടക്കിണറുമായിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങളായിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട ഓക്കെ ഇതാണ് ലോകം എന്ന് വിചാരിക്കും, എന്തോ പോയോണ്ടല്ല. ബട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ അല്ലാത്ത രീതിയിൽ ആസ്പെക്ട്സിൽ ജീവിക്കുന്ന മനുഷ്യന്മാര് ഇങ്ങനെ അല്ലാണ്ട് ഒരു സാധനം, ഇപ്പം പള്ളി പല വസ്തുക്കളും ഇങ്ങനൊക്കെ രീതിയിൽ ആൾക്കാർ സമീപിക്കുന്നുണ്ട്, കാണുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താ ഒരു വിശാലത, എങ്ങനെ പറയാനല്ല, ബട്ട് അത് കിട്ടും. ഓക്കെ, ഇപ്പൊ ഏത് സ്ഥലത്ത് യാത്രയാണെങ്കിലും കിട്ടും. നമ്മളതല്ലാത്തൊരു സാഹചര്യത്തിൽ എത്തിപ്പെടുന്നത് വരെ നമ്മളെ സാഹചര്യം നമ്മൾ കുടുങ്ങിപ്പോവും. അപ്പൊ അത് ഇരുന്നിട്ട് നമ്മളിങ്ങനെ ആലോചിച്ച് ചിലപ്പോൾ എന്ത് ചെയ്യും, മേ ബി അറിയില്ലട്ടോ, മേ ബി ലിമിറ്റഡ് ആയിപ്പോ. കെട്ടിക്കിടക്കുന്ന വെള്ളം നജസാണല്ലോ. നമുക്ക് വേറെ എന്തോ ഓഫർ വരുന്നേക്കാളും പ്രധാനമാണ് യാത്രക്ക് ഓഫർ വരിക. ഒരാള് നമ്മളെ ഒരു രാജ്യത്തേക്ക് ക്ഷണിക്കാറിഞ്ഞാല് നമുക്ക് അതാണ് ഏറ്റവും, ഐ മീൻ ഇങ്ങനത്തെ യാത്രകളാണ് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഗതി. പല ടീമുകൾക്കും പല ഇഷ്ടങ്ങളായിക്കോട്ടെ, നമുക്ക് യാത്ര ചെയ്യാറുള്ള അത്ര ഇഷ്ടമാണ്. അതിങ്ങനെ ഒരു പരിപാടിയിലൂടെ നല്ലൊരു യാത്ര സംഭവിക്കുക, അത് അറിയുന്ന കുറെ ആൾക്കാരുള്ള സ്ഥലത്താവുക. വേറെ ഏതെങ്കിലും രാജ്യത്താണ് ഇത്ര ആൾക്കാരൊന്നും ചിലപ്പോൾ മീറ്റ് ചെയ്തൊന്നും വരില്ല. അപ്പൊ ഖത്തറിലാകുമ്പോ ഒരു ഹോം ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു കൾച്ചറൽ ഏത് ആസ്പെക്റ്റിൽ നോക്കിയാലും നമ്മള് അതിന് പോകുന്നതിന് മുമ്പ് ഞാൻ കുറെ ഹിസ്റ്ററി ഒക്കെ തപ്പി നോക്കിയിരുന്നു. ഐ മീൻ അങ്ങനെ ഒരു എക്സ്പ്ലോറേഷൻ നടത്താൻ പറ്റും. അങ്ങനെ ടൈമൊന്നും കിട്ടിയില്ല. എന്നാലും ബേസിക്കലി നമ്മൾ മാക്സിമം പള്ളികൾ പോകാനൊക്കെ ശ്രമിക്കുകയും മാക്സിമം ഒരു ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു. ഞാൻ കടലാവിസ്ഥാന കബറാണ് അബ്ദുൽ വഹാബ് തന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ്. ഒരു ദിവസം നമ്മൾ ഫ്രീ ആക്കി വിട്ട് നിങ്ങൾക്ക് പോണ്ടി അടുത്ത് പോയിക്കോളിയാണ്. ഐ മീൻ നമ്മളിപ്പോ റണ്ണിയാണ്, ഓരോ റണ്ണിങ്. അപ്പൊ ഒരു ദിവസം ചൂസ് ചെയ്യുക, കാരണം അബ്ദുൽ വഹാബ് കാണേണ്ട ഒരു പള്ളിയാണ്, പക്ഷെങ്കിൽ അത് കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് കടലാവിസ്ഥാന കബർ കാണുന്നുണ്ട്, കടലാവിസ്ഥാന കബറാണ്. അപ്പൊ ലാസ്റ്റ് ആ ദിവസം എന്ത് ചെയ്തു, ഫ്രീ ആയപ്പോ എൻ്റെ വാപ്പൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഫുഡ് വാങ്ങിച്ചു തന്നാൽ നിങ്ങൾക്ക് ഈ സ്ഥലത്ത് വേണം. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഖബറിന് പേര് എഴുതൂല, അപ്പൊ നമ്പർ ആയിരിക്കും. പിന്നെ എന്ത് ചെയ്യണം, അപ്പൊ ഏത് നമ്പറാന്ന് അറിയണമെങ്കിൽ ചോദിച്ചു നോക്കണം. അപ്പൊ ചോദിച്ചു നോക്കുമ്പോൾ ആർക്കും അറിയില്ല. ഐ മീൻ ഒരുപാട് പണ്ഡിതന്മാരൊക്കെ ചിലപ്പോൾ ഖബറടക്കിയിട്ടുണ്ടാവും. അപ്പം പിന്നെ ഓഫീസിൽ ഒന്നുമില്ല. അതാണെങ്കിൽ ഈ കണ്ണമ്പറമ്പ് ഖബർ കണ്ടിട്ടുണ്ടാവില്ലേ, അവിടെ പേരുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ അതിന്റെ ഒരു 10 ഇരട്ടി വലിപ്പമുള്ള സ്ഥലത്ത് ഇങ്ങനത്തെ കുറെ മീസാ കളിമ്പോൾ നമ്പർ മാത്രം ഇവിടെ നമ്മൾ കണ്ടെടുക്കും. പിന്നെ ബ്ലോക്കും സെഷനൊക്കെ ഉണ്ടാവും. അപ്പൊ ഓഫീസിൽ പോയപ്പോ ഓഫീസ് സുബൈക്ക് ഓപ്പൺ ആവും. അല്ല, നമ്മൾ ഉച്ചക്ക് 100 ശേഷം പോകുന്നത്. അന്ന് പോയപ്പോൾ അവിടെ ഒരു ഇതുണ്ടായിരുന്നു, മയ്യത്ത് നമസ്കാരം ഉണ്ട്. അപ്പൊ അന്ന് കുറെ കത്തരികൾ കാണാൻ പറ്റി. കത്തരികൾ വല്ലാണ്ട് കാണൂല നമ്മൾ ഖത്തറിന്, പക്ഷെ മയ്യത്ത് നമസ്കാരത്തിന് പോയതുകൊണ്ട് കുറെ കത്തരികൾ കാണാൻ പറ്റി. അപ്പൊ ഓഫീസും ഇല്ല, വേറെ ഓപ്ഷൻ ഇല്ല. മൂപ്പര് പറഞ്ഞ് പോയൊക്കെ എന്നാലും തിരിച്ചു വന്നു. ഞാൻ വെറുതെ അപ്പൊ ഇങ്ങനെ അടിച്ചു നോക്കി. അപ്പൊ അങ്ങനെ ഫേസ്ബുക്കിൽ കുറെ ആൾക്കാർ ഇങ്ങനെ ഫോട്ടോ ഇട്ടിച്ച് ഉസ്താദ് കർലാവിയുടെ ഖബർ എന്നിട്ട് ആ നമ്പർ വെച്ചിട്ട് അതാണോന്ന് ഇപ്പോഴും അറിയില്ല. 103 ഫോട്ടോ ഉണ്ട്. അവിടെ ചെന്ന് കർലാവ് ഉസ്താദ് സലാം കൊടുത്തു. ഐ മീൻ നമുക്കുള്ളൊരു ഓപ്ഷൻ ആണല്ലോ, മരണപ്പെട്ടാക്കും നമുക്ക് സലാം കൊടുക്കാൻ പറ്റും. കാലങ്ങളായിട്ട് ചെറുപ്പം മുതലേ ഈ ദീൻ പഠിക്കുമ്പോഴൊക്കെ കൂടുതൽ കേട്ടൊരു പേര്, പണ്ഡിതന്റെ പേരാണ് യൂസുഫുൽ കർദാവി. പല വിഷയങ്ങളും വരുമ്പോ കർലാവി ഉസ്താദ് കർലാവി ഉസ്താദ് നമ്മളെ എത്ര നമ്മളെ പഠിപ്പിച്ചിന്. അങ്ങനല്ല, ഐ മീൻ വായിച്ചിട്ട് പഠിച്ചിന്. ആ ഒരു പണ്ഡിതനോട് സലാം കൊടുക്കാൻ പറ്റി. അതെനിക്കൊരു നല്ല രസം, ഐ മീൻ നല്ലൊരു മൊമെന്റ്. നമ്മൾ നിന്ന റൂമിന്റെ തൊട്ടപ്പുറത്തായിരുന്നു
എത്തിക്കാതിലൂടെ ഓഫീസ് ആ. നമ്മൾ എന്നിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ബസ് ഇറങ്ങി അല്ല മെട്രോ ഇറങ്ങിയിട്ട് ഒരു ദിവസം നടന്ന് അപ്പൊ അങ്ങനെ ഓഫീസിന് മുമ്പ് കൂടെ ഇങ്ങനെ കേറിയില്ല, കേറാൻ പറ്റിയില്ല. രാത്രി ഭയങ്കര ലേറ്റ് 1 മണിയൊക്കെ ആയപ്പോ കേറാൻ പറ്റുമെന്ന് അറിയില്ല. ഐ മീൻ പിന്നെ ചോദിച്ചപ്പോ പറഞ്ഞു നിങ്ങൾക്ക് കേറാമായിരുന്നു എന്ന് പറഞ്ഞു. അതിലൂടെ പറഞ്ഞാല് അലി ഖർദാക്കി ഒരുപാട് പണ്ഡിതന്മാർ ചൊവ്വാഴ്ചകൾ എപ്പോഴും പണ്ഡിതന്മാരുടെ സഭ സഭ. അപ്പം അതില് ഒരുപാട് സ്കോളേഴ്സ് കേൾക്കാണല്ലോ അതൊക്കെ ഉണ്ട്. നമ്മള് എന്താണ് TV ചാനലുകളിൽ ഇങ്ങനെ കാണുന്ന ആൾക്കാര് ഓരൊക്കെ ഇങ്ങനെ ഇങ്ങനെ നടന്നു. അവിടെ ഈ വെനസ്ഡേസിൽ പരിപാടി ഉണ്ടാവും, അവിടെ ഒരു ഇവന്റ് ഉണ്ടാവും, വെനസ്ഡേ എല്ലാവർക്കും പങ്കെടുക്കാവുന്ന പരിപാടികൾ ഉണ്ടാവും. പിന്നെ നമ്മള് ഷൂട്ട് നടന്നു. എപ്പിസോഡ് ഷൂട്ട് ചെയ്തു, out ചെയ്യും ഔട്ട് ചെയ്യും. soon. ഇനി ഒരുപാട് യാത്രകൾ പോകാനുള്ള എല്ലാവർക്കും യാത്ര ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ആഫീസ് നമ്മളെ കൂടെ ഖത്തറത്തെ എല്ലാവർക്കും ആരെങ്കിലും പ്രതിഫലം കൊടുക്കട്ടെ. ഇൻഷാല്ലാ. ഇതിനെ ഹെൽപ്പ് ചെയ്ത കുറെ ആൾക്കാരുണ്ടല്ലേ നമ്മളെ യാത്ര. അങ്ങനെ യാത്ര എളുപ്പം വേണ്ടിയിട്ട് ഫ്രം ദ ബിഗിനിങ് കുറെ ആൾക്കാർ നമ്മളെ അഫ്താബൊക്കെ കുറെ ആൾക്കാരെ വിളിച്ചിരുന്നു, കുറെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിരുന്നു. മൊത്തത്തിൽ അവിടെ എത്താനും എത്തിപ്പെട്ടിട്ടും ഒക്കെ എല്ലാവർക്കും അവസാനിപ്പിക്കുന്നു. റിയലൈസേഷൻ. അസ്സലാമു അലൈക്കും.